Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. കൗണ്ട് വളരെ കുറവുള്ള 13 വരുള്ളൂ. നമ്മുടെ ക്ലാസ് തീരാത്ത കാരണം സാറിന്റെ കയ്യിൽ അരമണിക്കൂർ മേടിച്ചതാണ്. ഓക്കെ, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ, നമുക്ക് ക്ലാസ് എടുക്കാം. നമ്മൾ എവിടെ വെച്ചാണ് എടുത്ത് നിർത്തിയത് മെഡിക്കൽ റെക്കോർഡ്സ്? നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു പറഞ്ഞു. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി ഇൻപേഷ്യന്റ് എടുക്കണം. നിങ്ങൾക്ക് ഈ മാസം കൂടി ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ളിൽ പോർഷൻസ് ഒക്കെ എടുത്ത് തീർക്കണം. ഓക്കെ, ചിലപ്പോ നാളെ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവായിരിക്കും, അറിയില്ല, അറിയിക്കും. ഒന്നും പറഞ്ഞിട്ടില്ലല്ല? ഓക്കെ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞു. ഇനി ഇൻപേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ എടുത്തവരെ മാർക്കും സംശയങ്ങളോ ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാവരും മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ലേ? ഓക്കെ, ഇൻപേഷ്യന്റ് നോക്കാം. ഇൻപേഷ്യന്റില് കണ്ടെയ്ൻ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കണ്ടെയ്ൻ അഡ്മിഷൻ, ഡിസ്ചാർജ് ഷീറ്റ്, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്, പ്രോഗ്രസ് നോട്ട്, ഫിസിഷ്യൻസ് ഓർഡേഴ്സ്, അനസ്തീഷ്യ റിപ്പോർട്ട്സ്, ഓപ്പറേഷൻ റിപ്പോർട്ട്സ്, റിക്കവറി റിപ്പോർട്ട്സ്, ലേബർ റിപ്പോർട്ട്സ്, ഡയബറ്റിക് റിപ്പോർട്ട്സ്, റിസസിറ്റേഷൻ റിപ്പോർട്ട്സ്, ഇച്ച് റിപ്പോർട്ട്സ്, ഗ്രോത്ത് ചാർട്ട് records, paramedical service records, nurses notes and observation chart, medication records, fluid balance chart, intake, output and the vital sign records, and discharge summaries with the most remote admission field on the bottom and the most recent admission field on the top. എന്താ പറഞ്ഞേക്കണേ? ഇൻപേഷ്യന്റ് എന്തെല്ലാം അടങ്ങിയതാണ് ഇൻപേഷ്യന്റ്? ഇൻപേഷ്യന്റിൽ എന്തെല്ലാം റെക്കോർഡ്സ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കണേ. ഇതിൽ ഒരുവിധം റെക്കോർഡ്സ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും നമുക്ക് അഡ്മിഷൻ എന്താണെന്നറിയാം, ഡിസ്ചാർജ് ഷീറ്റ് എന്താണെന്നറിയാം, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ, ഒരു പേഷ്യന്റ് വന്ന ആ പേഷ്യൻസിന്റെ ഹിസ്റ്ററി, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ, ആ പേഷ്യൻസിന് എന്താ ശാരീരികമായിട്ട് എന്തെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, റിപ്പോർട്ട്സ്, പ്രോഗ്രസ്, പേഷ്യൻസിന് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ അതിന്റെ എന്തെങ്കിലും റിപ്പോർട്ട്സ്, ഫിസിഷ്യൻ ഓർഡേഴ്സ്, ഡോക്ടർമാർ എന്തെങ്കിലും ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ, അനസ്തീഷ്യ ഉണ്ടെങ്കിൽ അനസ്തീഷ്യയുടെ റെക്കോർഡ്, ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ റിപ്പോർട്ട്സ്, പിന്നെ റിക്കവറി റിപ്പോർട്ട്സ്. റിക്കവറി എന്താ? നമ്മൾ പേഷ്യൻസിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ റിക്കവറി ആയ റെക്കോർഡ്സുകൾ ഉണ്ടാവും, ലേബർ റെക്കോർഡ്സ് ഉണ്ടാവും, ഷുഗർ ഉണ്ടെങ്കിൽ ഡയബറ്റിക് റെക്കോർഡ്സ് ഉണ്ടാവും. നമ്മൾക്ക് കിട്ടാത്ത 2-3 ഉണ്ട്. റിസസിറ്റേഷൻ റെക്കോർഡ്സ്. എന്താ റിസസിറ്റേഷൻ റെക്കോർഡ്സ്? റിസസിറ്റേഷൻ റെക്കോർഡ്സ് വെച്ചാൽ എന്താ? കൃത്രിമ ശ്വാസം കൊടുക്കുന്നത്, പുനർജീവനം, അതാണ് റിസസിറ്റേഷൻ റെക്കോർഡ്സ്. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, എങ്ങനെ ഈ റിസസിറ്റേഷൻ റെക്കോർഡ്സ് ഏതിൽ പെടുന്നു? എന്താണ് റിസസിറ്റേഷൻ റെക്കോർഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്താ? കൃത്രിമ ശ്വാസം, വായിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ നമ്മൾക്ക് ശ്വാസം, കൃത്രിമ ശ്വാസം തന്നത്. ഇപ്പൊ വെള്ളത്തിലൊക്കെ ഒരാള് വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അവരെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമ്മള് ഓറലായിട്ട്, അത് ഒന്നല്ലെങ്കിൽ മൂക്ക് വഴി അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓറലായിട്ട് അവർക്ക് ശ്വാസം കൊടുക്കും, കൃത്രിമ ശ്വാസം കൊടുക്കും. അതാണ് റിസസിറ്റേഷൻ റെക്കോർഡ്സ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും, അതെല്ലാ പേഷ്യൻസിനും ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ എമർജൻസി ആയ ഏതെങ്കിലും ഒരു പേഷ്യൻസിന് അങ്ങനെ കുറച്ച്, അത് ആർക്കെങ്കിലും എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ റെക്കോർഡ്സ് ഒക്കെ ഇൻപേഷ്യൻസിൽ പെടും. ഇൻപേഷ്യൻസിൽ അങ്ങനത്തെ റെക്കോർഡ്സ് ഒക്കെ പെടും. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം, റിസസിറ്റേഷൻ റെക്കോർഡ്സ് ഏതിലാ പെടുന്നതെന്ന്. ഔട്ട് പേഷ്യന്റ് തരും, ഇൻപേഷ്യന്റ് തരും, വേറെ കറസ്പോണ്ടൻസ്, മിസ്ലേനിയസ് റിപ്പോർട്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തരും. അപ്പൊ നമ്മള്
കൺഫ്യൂഷൻ ആവരുത്. റിസസിറ്റേഷൻ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇൻപേഷ്യന്റിന് ആണ്. ആർക്കാണ്? ഇൻപേഷ്യൻസിന്. റിസസിറ്റേഷൻ റെക്കോർഡ്സ് എന്ന് വെച്ചാൽ കൃത്രിമ ശ്വാസം കൊടുക്കുക. നമ്മള് വായിലൂടെ മൂക്കിലൂടെ എങ്ങാനും വായു തള്ളുന്ന ഒരു നമ്മള് ശ്വാസം കൊടുക്കൂലേ, അതാണ് റിസസിറ്റേഷൻ. എല്ലാവർക്കും കിട്ടിയില്ല? റിസസിറ്റേഷൻ എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് വെച്ചാ? ഓക്കെ. നെക്സ്റ്റ് ഇച്ച് റെക്കോർഡ്. ഇച്ച് റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താ? അതിന്റെ അടുത്ത് ഫുൾ ഫോം എഴുതിയിടാം. ഇച്ച് റെക്കോർഡ് എന്ന് വെച്ചാൽ ഇൻട്രാ സെറിബ്രൽ ഹെമറേജ്. ഇൻട്രാ INTRA ഇൻട്രാ സെറിബ്രൽ CEREBRAL സെറിബ്രൽ CEREBRAL സെറിബ്രൽ. ഇന്ന് ആള് കുറവാണ്. ചിലപ്പോ ഇംഗ്ലീഷ് ക്ലാസ്സിലെ ആൾ എപ്പോഴും കുറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ കുറച്ച് കഴിയുമ്പോ അവര് 2:30 ജോയിൻ ചെയ്യാനായിരിക്കും. ഓക്കെ, വരുന്നവര് വരട്ടെ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം. പിന്നെന്താ? ഇച്ച് റെക്കോർഡ് ഇൻട്രാ സെറിബ്രൽ ഹെമറേജ്. ഹെമറേജിന്റെ സ്പെല്ലിംഗ് എന്താ? HEMORR ഡബിൾ R HAGE HEMORR ഹെമറേജ്. അതാണ് ഇച്ച് റെക്കോർഡ്. അതെന്ന് വെച്ചാൽ മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ റെക്കോർഡ്സ് വരുന്നത്. ഹെമറേജ് നമ്മുടെ മസ്തിഷ്കമായിട്ട് വരുമ്പോൾ നമ്മുടെ തലയില വരാം. അവിടുത്തെ രക്തക്കുഴലുകള് പൊട്ടണ അവസ്ഥ. അതാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇച്ച് റെക്കോർഡ്. അതാണ് എന്താ? ഇൻട്രാ സെറിബ്രൽ ഹെമറേജ്. ഇച്ച് റെക്കോർഡ് എന്ന് വെച്ചാൽ ഏതാ? ഇൻട്രാ സെറിബ്രൽ ഹെമറേജ്. നമ്മുടെ രക്തക്കുഴലുകള് പൊട്ടുന്ന അവസ്ഥ. രക്തക്കുഴലുകള് പൊട്ടുന്ന അവസ്ഥ. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പൊ ആ റെക്കോർഡ്സ് ഒക്കെ ഏതിൽ വരും? ഇൻപേഷ്യന്റ് വരും. നിങ്ങൾ ഇത് ഇച്ച് റെക്കോർഡൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ചിലപ്പോ എക്സാമിന് ചോദിക്കും. ഇച്ച് റെക്കോർഡ് ഏതിൽ പെടും? വിച്ച് ഇൻക്ലൂഡ് ഇച്ച് റെക്കോർഡ് എന്ന് ചോദിച്ചാൽ ഇൻപേഷ്യന്റ്. പിന്നെന്താ? ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്. നമ്മൾ പേഷ്യൻസിന് ഓരോ ഇത് ചെയ്യുമ്പോഴും ഓരോ ഗ്രോത്ത് നമുക്ക് ഓരോ ദിവസം ഓരോ പ്രോഗ്രസ് അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഓരോ ചാർട്ട് റെക്കോർഡ് ഉണ്ടാവും. ആ റെക്കോർഡ് പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താ? മരുന്നിന്റെ നമ്മൾ ഏതെല്ലാം മരുന്ന് പേഷ്യൻസിന് കൊടുക്കണ്ട അവരെ അത് കൊടുത്തിട്ട് അതിന്റെ സർവീസുകൾ എങ്ങനെയാണ് നമ്മൾ പേഷ്യൻസിനെ മരുന്ന് സർവീസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നഴ്സസ് നോട്ട്. നഴ്സുമാർ നമ്മുടെ TPR ചാർട്ട് ആരാ നോട്ട് ചെയ്യണേ? നഴ്സാണ്. അപ്പൊ നഴ്സസിന്റെ നോട്ടില് നോട്ട് ചെയ്യണ അത് ആ നോട്ട്സ് ഒക്കെ ഇൻപേഷ്യന്റ് വരും. പിന്നെ ഒബ്സർവേഷൻ ചാർട്ട്, മെഡിക്കേഷൻ റെക്കോർഡ്സ്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇൻടേക്ക് പേഷ്യൻസിന് എന്തോരം വെള്ളം കൊടുക്കും, അത് ഇൻടേക്ക്. ആ വെള്ളം കൊടുത്തിട്ട് അത് പുറത്തേക്ക് യൂറിൻ ചെയ്യണതാണ് ഔട്ട്പുട്ട്. നമ്മൾ പറയും, നമ്മളോട് ചില നഴ്സുമാർ വന്ന് ചോദിക്കും, നിങ്ങൾ ഇന്ന് എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു, എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു, എത്ര യൂറിനില് പോയിരുന്നു. അപ്പൊ അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇൻടേക്ക് ഔട്ട്പുട്ട്. നമ്മള് ട്യൂബൊക്കെ ഇട്ടിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ആ പേഷ്യൻസിന്റെ സഞ്ചിയില് എന്തുണ്ടാവും? അളവുണ്ടാവും. അപ്പൊ നമ്മൾ അത് നോക്കി എഴുതി ചാർട്ട് ചെയ്തിടും. ഇത്രയും ഗ്ലാസ് വെള്ളം ഇൻടേക്ക് ആയിട്ടുണ്ട്, ഔട്ട്പുട്ട് എത്രയെന്നുള്ളത്. അതാണ് ഇൻടേക്ക് ഔട്ട്പുട്ട്. വൈറ്റൽ സൈൻ റെക്കോർഡ്സ് എന്ന് വെച്ചാൽ എന്താ? ജീവലക്ഷണങ്ങൾ എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തില് ജീവനുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പൾസ് നോക്കില്ലേ? വൈറ്റൽ സൈൻ റെക്കോർഡ് പൾസ് നോക്കണത് അങ്ങനെ നമ്മൾ എങ്ങനെ തൊട്ട് നോക്കും. എന്നിട്ട് പൾസ് ഇത്രയും 72 നമ്മൾ അടിക്കണുണ്ടോ എന്ന് നോക്കും. അതാണ്. പിന്നെന്താ? വൈറ്റൽ സൈൻ റെക്കോർഡ്സ്. അപ്പൊ നിങ്ങൾ അതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടോ. നമ്മൾ കേൾക്കാത്തതൊക്കെ അണ്ടർലൈൻ ചെയ്തിടാം. വൈറ്റൽ സൈൻ റെക്കോർഡ്സ് എഴുതിയിട്ടിടും. ഇൻപേഷ്യന്റ് ഞാൻ പറയണതൊക്കെ അണ്ടർലൈൻ ചെയ്തിടാം. റിസസിറ്റേഷൻ, ഇച്ച് റെക്കോർഡ്, പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്, അതിപ്പോ എല്ലാവർക്കും അറിയാൻ പറ്റും, മെഡിക്കൽ വൈദ്യം. പിന്നെ മെഡിക്കേഷൻ റെക്കോർഡ്സ് അതറിയാൻ പറ്റും. ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് അണ്ടർലൈൻ ചെയ്തോ? ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് എന്ന് വെച്ചാൽ അഡ്മിഷനായ പേഷ്യന്റിന് ഓരോ ഫ്ലൂയിഡ്സ് കൊടുക്കും. ഡ്രിപ്പ് കൊടുക്കില്ലേ? ആ ഡ്രിപ്പ് കൊടുക്കണത് നമ്മൾ ഓരോ ടൈമിലും നമ്മൾ എഴുതി വെക്കും. ഇന്ന ടൈമിൽ രാവിലെ കൊടുത്തു, അത് ഇത്രയും സമയത്തിനുള്ളിൽ തീർന്നു. വീണ്ടും നമ്മൾ കൊടുത്തു, അത് തീർന്നു. അത് കറക്റ്റ് ഇൻടേക്ക്, അത് കറക്റ്റ് ചാർട്ട് ചെയ്തിടും. ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്. പിന്നെ ഇൻടേക്ക് ഔട്ട്പുട്ട് അണ്ടർലൈൻ ചെയ്യാം. വൈറ്റൽ സൈൻ റെക്കോർഡ്സ് അത് അണ്ടർലൈൻ ചെയ്യാം. ഇതൊക്കെ ഏതിൽ പെടുന്നാണെന്ന് ചോദിച്ചാൽ ഇൻപേഷ്യന്റ്. ഇതൊക്കെ ഏതിൽ പെടുന്നതാ? ഇൻപേഷ്യന്റ്. പിന്നെന്താ? ഡിസ്ചാർജ് സമ്മറി. നമുക്കറിയാം പേഷ്യൻസിന് എന്തുണ്ട്? ഡിസ്ചാർജ് സമ്മറി.
വിത്ത് മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫീൽഡ് ഓൺ ബോട്ടൺ ആൻഡ് മോസ്റ്റ് റീസെന്റ് അഡ്മിഷൻ ഫീൽഡ്. ഇതെല്ലാം നമ്മള് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളത് നമ്മൾക്കറിയാം. അഡ്മിഷൻ ആയ പേഷ്യൻസിന് ഒരു ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നഴ്സ് നോട്ട് ചെയ്യും. അപ്പൊ നഴ്സസ് നോട്ട് ഉണ്ടാവും, മെഡിക്കേഷൻസ് ഉണ്ടാവും, പാരാമെഡിക്കൽ ഉണ്ടാവും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങള്. ലേബർ റെക്കോർഡ്സ്, ലേബർ ഒക്കെ എന്ന് വെച്ചാൽ അവിടെ പേഷ്യൻസ് അഡ്മിറ്റ് ആയിരിക്കും. ഒരു ഓപ്പറേഷൻ ചെയ്ത ആ പേഷ്യൻസിനെ ലേബർ റൂമിൽ വെച്ചാൽ പ്രസവിക്കാനോ അതിനൊക്കെ കൊണ്ടുപോകുന്ന പേഷ്യൻസിന് എന്തായിരിക്കും? ലേബർ റൂമിൽ. അത് അഡ്മിഷൻ ആയിരിക്കും. അപ്പൊ ഇൻപേഷ്യന്റ് എന്ന് പറയുന്നതൊക്കെ എന്താ ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് എല്ലാം അഡ്മിറ്റ് ആയ പേഷ്യൻസ് ആണ്. ആ ഹോസ്പിറ്റലിൽ വന്ന് ചേർന്ന് അഡ്മിറ്റ് ആയ പേഷ്യൻസ് ആണ് ഇൻപേഷ്യൻസ്. പിന്നെന്താ പറഞ്ഞേ? ലാസ്റ്റ് എന്തോ പറഞ്ഞല്ലോ, എന്താ? most remote admission field on the bottom and the most recent admission field on the top. എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും പുതിയ അഡ്മിഷൻ, പുതിയതായിട്ട് വന്ന അഡ്മിഷൻ എവിടെ ഫയൽ ചെയ്യും? പുതിയതായിട്ട് വന്ന അഡ്മിഷൻ മുകളിലും ഏറ്റവും പഴയതായിട്ട് വന്ന അഡ്മിഷൻ എവിടെ? താഴെ. അത് നമുക്കറിയാം. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ, ഇന്നൊരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി, അപ്പൊ ഇന്ന് ആ പേഷ്യന്റ് ആരാ? പുതിയതാണ്. ഇന്ന് ആ പേഷ്യന്റ് പുതിയത്. നാളെ വേറൊരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഇന്നലെ വന്ന പേഷ്യന്റിന്റെ ഫയൽ എവിടെ പോയി? അത് താഴേക്ക് പോയി, അടിയിൽ പോയി. പിന്നെ പുതിയത് വന്ന പേഷ്യന്റിന്റെ ആണ് മോളിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ പുതിയത് വന്ന പേഷ്യന്റ് എവിടെ കിടക്കും? മോളിലും. പഴയ പേഷ്യന്റ് എവിടെ കിടക്കും? താഴെയും. അതാണ് പറഞ്ഞ മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫീൽഡ് ഓൺ ദ ബോട്ടം. എന്നുവെച്ചാൽ ആ സമയത്ത് പേഷ്യന്റ് അഡ്മിറ്റ് ആയ അതെവിടെ കിടക്കും? ഏറ്റവും താഴെ. മോസ്റ്റ് റീസെന്റ്, എന്നിട്ട് അതിൽ പുതിയത് വരണമെങ്കിൽ അത് മോളിൽ വരും. ഓക്കെ, ഇൻപേഷ്യന്റിൽ വേറെ ഒന്നും പഠിക്കാനില്ല. അതിൽ കണ്ടെയ്ൻ ചെയ്ത ആൾക്കാരൊക്കെ പഠിക്കാം. കണ്ടെയ്ൻ ചെയ്ത റെക്കോർഡ്സ് എന്താ, റിപ്പോർട്ട്സ് എന്താന്ന് മാത്രം. എമർജൻസി ആയിട്ട് റിസസിറ്റേഷൻ, ഇച്ച് റെക്കോർഡ്, ഫ്ലൂയിഡ് റെക്കോർഡ്, ടേക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, പിന്നെ ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ ഫിസിഷ്യൻസ് ഓർഡർ, നമുക്കറിയാം. ഡോക്ടർക്ക് ഓർഡർ തന്നാൽ അത് ഇൻപേഷ്യന്റ് ആയിരിക്കും. അനസ്തീഷ്യ റെക്കോർഡ്സ്, അവിടെ കിടക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും സർജറി ഉണ്ടെങ്കിൽ അനസ്തീഷ്യ കൊടുക്കും, അത് ഇൻപേഷ്യന്റിനായിരിക്കും. ഓപ്പറേഷൻ റിപ്പോർട്ട്സ് അതൊക്കെ നമുക്കറിയാം. പിന്നെ മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ബോട്ടം സമയത്ത് ഏറ്റവും താഴെ വരുന്നത് ഏറ്റവും പഴയ പേഷ്യന്റ്. പുതിയ പേഷ്യന്റ്, മോസ്റ്റ് റീസെന്റ് പേഷ്യന്റ് എവിടെ വരും? പുതിയ പേഷ്യന്റ് വരുന്നത് ഏറ്റവും മുകളില്. അപ്പൊ അതും അണ്ടർലൈൻ ചെയ്തിടാം. മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഓൺ ദ ബോട്ടം, റിമോട്ട് അഡ്മിഷൻ, പഴയ അഡ്മിഷൻ, അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇത് അണ്ടർലൈൻ ചെയ്താ? ഞാൻ പറയണതൊക്കെ അണ്ടർലൈൻ ചെയ്തോ? എക്സാമിന് ചോദിക്കാനുള്ളതാണ്. റിമോട്ട് അഡ്മിഷൻ താഴെ, റീസെന്റ് അഡ്മിഷൻ മുകളില്. അപ്പൊ ഇൻപേഷ്യന്റ് കഴിഞ്ഞു, സംശയമൊന്നുമില്ലല്ലോ. അടുത്ത പോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തത് ഫയലിംഗ് മെത്തേഡ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മള് മെഡിക്കൽ റെക്കോർഡ്സ് സ്റ്റോറേജ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ഫയൽ ചെയ്യണേന്ന് നോക്കുകയാണ്. പല നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് സ്റ്റോറേജ് ചെയ്യണത്. ഫസ്റ്റ് റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. എന്താ റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം? നമ്മൾ ഈ റെക്കോർഡ് ചെയ്യണത് ഒരേ നമ്പറിന്റെ അടിസ്ഥാനത്തിലും ഫയലിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെ ഫയലാണ്? തിങ്കളാഴ്ചത്തേക്ക് മൊഡ്യൂൾ നിങ്ങൾ തിങ്കളാഴ്ച ക്ലാസ്സിലെ വരുമ്പോൾ മൊഡ്യൂൾ 4-ലെ 3-ാമത്തെ ചാപ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ലേ? ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ, അത് പ്രിന്റ് എടുത്ത് വെക്കണം. ഓക്കെ, ആ ടീച്ചർ ഇപ്പൊ വന്ന് പറഞ്ഞതാണ്. ടീച്ചർ അല്ലേ നിങ്ങൾക്ക് എടുക്കണേ?
ഓക്കെ. അപ്പൊ മൊഡ്യൂള് 4 മൂന്നാമത്തെ ചാപ്റ്റർ ഇട്ടാ. ആരും മറക്കണ്ട, തിങ്കളാഴ്ച ഹൗസ് കീപ്പിംഗ് പ്രിന്റ് എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, പ്രിന്റ് എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ടീച്ചർ ക്ലാസ് എടുക്കാൻ വരും. അതെല്ലാവരും പോർഷൻസ് ആരും തീർന്നിട്ടില്ലേ? അപ്പൊ ഒരുപാട് നിങ്ങളുടെ കയ്യിലൊക്കെ പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ചാൽ റെഡി ആയിരിക്കല്ല. അതുകൊണ്ടാണ്. എക്സാമിലേക്ക് ഈ മാസം കൂടി ഉള്ളൂ ക്ലാസ്. നിങ്ങൾക്ക് അടുത്ത മാസത്തോടുകൂടി എക്സാം വരും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫയലിംഗ് മെത്തേഡ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. നമ്മൾ പല നമ്പറിലാണ് പല ഫയൽ സിസ്റ്റം ചെയ്യണത്. നമ്മൾ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് എങ്ങനെ ഫയൽ ചെയ്യണേ? നമ്പറിന്റെ അടിസ്ഥാനത്തിൽ. There are several types of numbering and filing system. എന്താ? There are several types. നമ്മൾ പല തരത്തില് എന്താ നിരവധി തരത്തില് നമ്മൾ ഫയൽ ചെയ്യും. നിരവധി തരത്തില് അതായത് നോക്കാം നമുക്ക്. There are several types. താഴെ പറഞ്ഞിട്ടുണ്ട്. There are ഏതാ? ഫസ്റ്റ് സീരിയൽ നമ്പർ ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ഇതിനെ കുറിച്ച് ഓരോന്ന് സെപ്പറേറ്റ് അപ്പുറത്ത് വരുന്നുണ്ട്. ഇപ്പൊ നമുക്കിത് വായിച്ചു പോകാം. ഫസ്റ്റ് എന്താ? സീരിയൽ നമ്പറിങ്. സെക്കൻഡ് യൂണിറ്റ് നമ്പറിങ്. മൂന്നാമത് എന്താ? സ്ട്രൈറ്റ് ന്യൂമറിക് ഫയലിംഗ്. നാലാമത്തെ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. അഞ്ചാമത്തെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇത്രയും ഫയലിലാണ് നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണത്? മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ ഫയൽ ചെയ്യണത് ഇത് ഇത്രയും അടിസ്ഥാനത്തിൽ, നമ്പറിന്റെ ന്യൂമറിക്കിന്റെ അടിസ്ഥാനത്തിൽ. അതില് ഫസ്റ്റ് വരുന്നത് ഏതാ? സീരിയൽ നമ്പർ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? സോറി, കണക്ഷൻ വിട്ടു. അപ്പൊ ഫസ്റ്റ് സീരിയൽ നമ്പറിംഗിൽ നമ്മൾ ന്യൂമറിക്കായി നമ്പറിംഗ് സിസ്റ്റത്തിൽ നമ്പറിംഗിലായിട്ടാണ് ഫയൽ ചെയ്യണത്. നമ്പറിംഗിന്റെ അടിസ്ഥാനത്തിൽ ഫയൽ ചെയ്യും. ഫസ്റ്റ് വരുന്നത് സീരിയൽ നമ്പർ. നമുക്ക് നോക്കാം ഫസ്റ്റ് സീരിയൽ നമ്പർ. സീരിയൽ നമ്പറിൽ എങ്ങനെയാണ് ഫയൽ ചെയ്യണതെന്ന് നോക്കാം. സീരിയൽ നമ്പറിൽ ഇന്ന സീരിയൽ നമ്പറിംഗ് ദ പേഷ്യൻസ് ഈസ് ഗിവൺ എ ന്യൂ നമ്പർ ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ബൈ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്ന് വെച്ചാൽ എന്താ? സീരിയൽ നമ്പറിൽ നമ്മൾ പേഷ്യൻസിന് ചെയ്യുമ്പോ പേഷ്യൻസിന് ഒരു പുതിയ നമ്പർ കൊടുക്കും. ന്യൂ നമ്പർ ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ബൈ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്ന് വെച്ചാല് സീരിയൽ നമ്പറിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി വഴി രോഗിക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഓരോ മരുന്നുകളും ഓരോ അവസരത്തിനും ഒരു നമ്പർ കൊടുക്കും. ഓരോ അവസരത്തിനും എ ന്യൂ നമ്പർ. അപ്പൊ സീരിയൽ നമ്പറിൽ എങ്ങനെ കൊടുക്കണേ? പേഷ്യൻസ് ഈസ് ഗിവൺ എ ന്യൂ നമ്പർ. ഒരു നമ്പർ കൊടുക്കും. ഈച്ച് ഒക്കേഷൻ ട്രീറ്റ്മെന്റ് ഹെൽത്ത് കെയർ. അവർ ഓരോ പ്രാവശ്യം ട്രീറ്റ്മെന്റിന് വരുമ്പോഴും അവർക്ക് എന്ത് കൊടുക്കും? ഓരോ നമ്പർ കൊടുക്കും, പുതിയ നമ്പർ കൊടുക്കും. പിന്നെന്താ പറഞ്ഞേ? 3 different numbers are allotted if a patient is registered 3 times. ഒരു രോഗി, ഒരു പേഷ്യന്റ് 3 തവണ രജിസ്റ്റർ ചെയ്താൽ ആ പേഷ്യൻസിന് 3 വ്യത്യസ്ത നമ്പർ കൊടുക്കും. എന്താ പറഞ്ഞേ? ഒരു പേഷ്യന്റ് 3 തവണ ഹോസ്പിറ്റലിൽ വന്നു. അപ്പൊ ആ പേഷ്യന്റിന് 3 വ്യത്യസ്ത നമ്പർ കൊടുക്കും. ശ്രദ്ധിക്കുക, സീരിയൽ നമ്പറിലാണ് ഇത് വരുന്നത്. നമ്മൾ പേഷ്യൻസിന് ഫയൽ ചെയ്യാണ്. നമ്മൾ ഈ പേഷ്യൻസിന്റെ എല്ലാ ഫയലും എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ ഫയൽ ചെയ്യണേ? നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫയൽ ചെയ്യണേ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നമ്പറിന്റെ അടിസ്ഥാനത്തിൽ. ആ നമ്പർ തന്നെ പലതരത്തിലിടാം. ഒന്നാമതാണ് സീരിയൽ നമ്പർ. ഒന്നാമത്തെ എന്താ? സീരിയൽ നമ്പർ. ആ സീരിയൽ നമ്പർ എന്താ? പേഷ്യൻസ് ഈസ് ഗിവൺ. പുതിയ നമ്പർ പേഷ്യൻസിന് കൊടുക്കും. ഓരോ ട്രീറ്റ്മെന്റ് വരുമ്പോഴും ആ ഹോസ്പിറ്റലിൽ ഓരോ പ്രാവശ്യം ട്രീറ്റ്മെന്റിന് വരുമ്പോഴും ഓരോ പുതിയ നമ്പർ കൊടുക്കും. 3 പ്രാവശ്യം ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിന് അപ്പൊ എത്ര നമ്പർ കിട്ടും? 3 different നമ്പർ. 3 വ്യത്യസ്ത നമ്പർ കിട്ടും. ഓക്കെ, മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ?
all numbers allotted to patient are recorded in the master patient index. നമ്മൾ പറഞ്ഞു ഒരു പ്രാവശ്യം വന്ന ഒരു നമ്പർ, 3 പ്രാവശ്യം വന്ന 3 നമ്പർ. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പേഷ്യൻസിന്റെ ഈ നമ്പർ കൊടുത്തത് റെക്കോർഡ് ചെയ്യണം. എവിടെ റെക്കോർഡ് ചെയ്യണം? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. അണ്ടർലൈൻ ചെയ്യാം. All numbers allotted to patient are recorded in the master patient index. മാസ്റ്റർ പേഷ്യന്റിന്റെ ഇൻഡെക്സിൽ ഇത്രയും നമ്പറുകൾ കൊടുത്തു എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് റെക്കോർഡ് ചെയ്യാം, അണ്ടർലൈൻ ചെയ്തിടാം. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. പിന്നെന്താ പറയണേ? ബിക്കോസ് എ ന്യൂ നമ്പർ ഈസ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് സർവീസ്, എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഓൾസോ ഡെവലപ്ഡ്. എന്ത് ചെയ്യും? ഓരോ തവണ നമ്മൾ പുതിയ നമ്പർ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ, ആ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയായിരിക്കും? ഒരുപാട് പേജ് വരും, ഡെവലപ്പ് ആവും അല്ലേ? ഒരു പ്രാവശ്യം ഒരു നമ്പർ, അപ്പൊ അതിന് ഒരു ഫയലിന് 1-2 പേജ് എന്തായാലും ഉണ്ടാവും. ഫസ്റ്റ് ഒരു പേജ്, പിന്നെ ഒരു പേജ് ഉണ്ടാവും. അപ്പൊ ആ പേഷ്യന്റ് ഒരു പ്രാവശ്യം വന്നപ്പോ അതിന് ഒരു റെക്കോർഡ് കൊടുത്തു. പിന്നത്തെ 2 ദിവസം കഴിഞ്ഞ് ആ പേഷ്യന്റ് പിന്നെ വന്നപ്പോ അതിന് വീണ്ടും ഒരു നമ്പർ കൊടുത്തു. നമ്പർ കൊടുക്കുമ്പോ അവിടെ രജിസ്റ്റർ ചെയ്യല്ലേ? അപ്പൊ ഇതിങ്ങനെ നിൽക്കുമ്പോ ആ പേഷ്യൻസിന്റെ ഫയലിൽ എന്തുണ്ടാവും? ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഓൾസോ ഡെവലപ്ഡ്. ആ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്തായിരിക്കും? വികസിക്കും, വലുതാവും അല്ലേ? ഓരോ നമ്പർ വെച്ച് കയറുമ്പോ ഓരോ പേജ് വെച്ച് കയറിയാണ്. അതാ പറഞ്ഞ ബിക്കോസ് എ ന്യൂ നമ്പർ, ഈ പുതിയ നമ്പർ കൊടുക്കുമ്പോൾ ഓരോ സർവീസ് എവിടെ? ഒക്കേഷൻ, ആ പേഷ്യന്റിന്റെ നൽകണ സേവനം, നമ്മളെ ട്രീറ്റ്മെന്റിന് വന്ന പേഷ്യന്റാ. അപ്പൊ ആ പേഷ്യന്റിന്റെ ന്യൂ മെഡിക്കൽ റെക്കോർഡ് എന്തായിരിക്കും? ഈസ് ഓൾസോ ഡെവലപ്ഡ്. അത് വലുതായിരിക്കും. The patient records are filed in a many place in the file as the number of times the patient has received care at facility. എന്താ, നമ്മൾ പേഷ്യൻസിന്റെ ഈ റെക്കോർഡ്സുകൾ ഫയൽ ചെയ്യണം. എത്ര തവണ വേണമെങ്കിലും രോഗിക്ക് പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ച്. എങ്ങനെ നമ്മൾ ഒന്നുകൂടി പറയാം. സുസ്മിത ഇപ്പൊ ജോയിൻ ചെയ്താണെന്ന് തോന്നണല്ലേ? അല്ല, നേരത്തെ ഉണ്ട്. ഓക്കെ 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 ബിക്കോസ് ഓക്കെ പറയാം. ലാസ്റ്റ് പോയിന്റ് ഒന്ന് കേക്ക്. പേഷ്യന്റ് റെക്കോർഡ് ഫയൽ ചെയ്യണം. ഇപ്പൊ നമ്മള് എന്താ പറഞ്ഞേ, പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, റെക്കോർഡ് ചെയ്തു. നമ്മൾ മാസ്റ്റർ ഇൻഡെക്സ് ബുക്സിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫയൽ ചെയ്യണം. അതെന്തെന്നാ, നമ്മൾ എങ്ങനെ ഫയൽ ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? മേ ബി പ്ലേസ് ഇൻ ദ ഫയൽ ആസ് എ നമ്പർ ഓഫ് ടൈംസ് ഓഫ് പേഷ്യന്റ് റിസീവ്ഡ് കെയർ അറ്റ് ഫെസിലിറ്റി. ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ എത്ര തവണ വന്നു, എത്ര തവണ പരിചരണം കിട്ടി എന്നുള്ളത് നമ്മൾ അവിടെ ഫയൽ ചെയ്യണം. ഒന്നുകൂടി പറയാം. നമ്മൾ ഇത് പറയണത് എന്താ? പേഷ്യൻസിന്റെ ഫയല് എങ്ങനെയാണ് നമ്മൾ ഫയൽ ചെയ്യണേന്നാ പഠിക്കുന്നത്. റെക്കോർഡ് എങ്ങനെ ഫയൽ ചെയ്യും? നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ചെയ്യുന്നത്. ഒന്നാമത് നമ്പറിന്റെ അടിസ്ഥാനമാണ് സീരിയൽ നമ്പർ. എങ്ങനെ സീരിയൽ നമ്പർ ഇടുന്നത്? ഒരു പേഷ്യന്റ് ഓരോ തവണ ഹോസ്പിറ്റലിൽ വരുമ്പോഴും ഒരു പുതിയ നമ്പർ കൊടുക്കും. ഒന്നാമത്തെ പോയിന്റ് ആണ് പറയണത്. പേഷ്യൻസ് ഈസ് ഗിവൺ എ ന്യൂ നമ്പർ ഫോർ ഈച്ച് ഒക്കേഷൻ ട്രീറ്റ്മെന്റ് ബൈ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ, ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് ഓരോ തവണ വരുമ്പോഴും ഒരു പുതിയ നമ്പർ കൊടുക്കും. ഈ പുതിയ നമ്പർ കൊടുത്തു കഴിഞ്ഞ് പിന്നെന്താ, പേഷ്യൻസ് 3 പ്രാവശ്യം ആ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ 3 നമ്പർ കിട്ടും. അത്രയും മനസ്സിലായില്ലേ? ഈ 3 നമ്പർ കിട്ടിയ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. എവിടെ റെക്കോർഡ് ചെയ്യണം? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, 3 കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി 4ാമത് എന്താ പറഞ്ഞേ? ബിക്കോസ് എ ന്യൂ നമ്പർ ഈസ് പ്രൊവൈഡഡ്. നമ്മൾ പുതിയ നമ്പർ കൊടുത്തു പേഷ്യന്റിന് ഇല്ലേ? ഒരു പ്രാവശ്യം വന്നു, ഒരു നമ്പർ കൊടുത്തു. 2 പ്രാവശ്യം വന്നു, വീണ്ടും കൊടുത്തു. അങ്ങനെ 3 പ്രാവശ്യം വന്നു, വീണ്ടും കൊടുത്തു. ഇങ്ങനെ നമ്പറുകൾ നമ്മൾ കൊടുക്കുമ്പോൾ ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് സർവീസ്, ഓരോ സർവീസ് വരുമ്പോഴും ഓരോ നമ്പർ കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന്റെ ന്യൂ മെഡിക്കൽ റെക്കോർഡ്, ആ പേഷ്യന്റിന്റെ ആ സമയത്ത് ഒരേ മെഡിക്കൽ റെക്കോർഡ് കൊടുക്കുക. അപ്പൊ ആ പുതിയ മെഡിക്കൽ റെക്കോർഡ്, ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്തായിരിക്കും? ഈസ് ഓൾസോ ഡെവലപ്ഡ്. ഇന്ന് വന്നു പേഷ്യന്റ്, അപ്പൊ ഇന്നൊരു അസുഖം പറഞ്ഞു, ആ പേഷ്യൻസ് മരുന്ന് മേടിച്ചു പോയി. നാളെ വീണ്ടും ആ പേഷ്യന്റ് വന്നു, മരുന്ന് മേടിക്കുമ്പോ വീണ്ടും ഇത് കൊടുത്തു. ഇത് സീരിയൽ നമ്പറിന്റെ കാര്യത്തിലാണ് പറയണത്. ശ്രദ്ധിക്കുക, സീരിയൽ നമ്പറിങ്ങിലാണ് ഇത് പറയണത്.
അപ്പൊ അങ്ങനെ കൊടുക്കും ഈ പേഷ്യന്റിന്റെ ഓരോ താഴെയും ഓരോ സർവീസ് ചെയ്തത് ഓരോ ബുക്കിൽ കയറിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടി ഒരു പുതിയ നമ്മൾ മെഡിക്കൽ റെക്കോർഡിൽ ചേരുമ്പോ ആ മെഡിക്കൽ റെക്കോർഡിൽ പേജുകളുടെ എണ്ണം കൂടിയില്ലേ, അത് ഡെവലപ്പായില്ലേ, വികസിച്ചില്ലേ? അതാണ് അത് പറഞ്ഞത്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താ? നമ്മൾ പേഷ്യന്റിനെ എത്ര തവണ പരിചരിച്ചു, എത്ര തവണ കെയർ ചെയ്തു, എത്ര തവണ ട്രീറ്റ്മെന്റ് കൊടുത്തു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് വേണം രോഗിയുടെ റെക്കോർഡ്സ് എന്ത് ചെയ്യാൻ, രോഗിയുടെ റെക്കോർഡ്സ് ഫയൽ ചെയ്യാൻ. ഓക്കെ, ദ പേഷ്യന്റ് റെക്കോർഡ്സ് ആർ ഫയൽഡ്. എങ്ങനെ ഫയൽ ചെയ്യണം? മെനി പ്ലേസസ് ഇൻ ദ ഫയൽ. എത്ര പ്രാവശ്യം ആ ഹോസ്പിറ്റലിൽ വന്നു, എത്ര നമ്പർ എടുത്തു, എത്ര ട്രീറ്റ്മെന്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം പേഷ്യൻസിന്റെ റെക്കോർഡ് ഫയൽ ചെയ്യാൻ. അപ്പൊ ഇതില് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി. ന്യൂ നമ്പർ, ഒരു നമ്പർ കിട്ടും. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് 3 ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. 3 നമ്പർ കൊടുക്കുന്നത് ഏതിലാ? ഒന്നിൽ കൂടുതൽ നമ്പർ ഏതിലാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ സീരിയൽ നമ്പറിലാണ്. മനസ്സിലായ? പിന്നെ ഇതല്ലാതെ നമ്മൾ റെക്കോർഡ് ചെയ്യണത് ഏതിലാ? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. അണ്ടർലൈൻ ചെയ്യാം. ഇത് നമ്മളെല്ലാവരും റെക്കോർഡ് ചെയ്യണത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ. പിന്നെന്താ പറഞ്ഞേ? ന്യൂ നമ്പർ നമ്മൾ ഓരോ തവണ വരുമ്പോഴും കൊടുത്തു. ഇനി അതിൽ നമുക്ക് പുതിയതായിട്ട് വേറെ ഒന്നും പഠിക്കാനില്ല. ഈ 2 സാധനം ഇത് അണ്ടർലൈൻ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്നിൽ കൂടുതൽ ഒരു പേഷ്യന്റിന് കുറെ കൊല്ലം മുമ്പ് വന്നതാണെങ്കിൽ അത് പരിഗണിക്കുമോ മാം? കുറെ കൊല്ലം വന്നതായാലും അതിന്റെ ആ റെക്കോർഡിൽ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഇതൊക്കെ കൂടി ഒരു ന്യൂ മെഡിക്കൽ റെക്കോർഡ് ആവും. ആ മെഡിക്കൽ റെക്കോർഡിൽ പേജുകളുടെ എണ്ണം കൂടി വരാണ്. അതില് ആ ഫയലിൽ ഉണ്ടാവും എത്ര കൊല്ലം കഴിഞ്ഞ് ആ പേഷ്യന്റ് വന്നാലും സീരിയൽ നമ്പറിംഗ് ഉള്ള ആ ഫയല് നോക്കുമ്പോൾ അതിലേക്ക് ഉണ്ടാവും ആ പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽ. എത്ര കൊല്ലം കഴിഞ്ഞ് വന്നാലും അതിലുണ്ടാവും. ഓക്കെ, അതാണ് സീരിയൽ നമ്പറിംഗ്. അപ്പൊ സീരിയൽ നമ്പറിംഗ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ നമ്പർ ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് മാസ്റ്റർ ഇൻഡെക്സ് ബുക്സിലായിരിക്കും, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിന്റെ ഇതിലായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ റെക്കോർഡ് ചെയ്യണത്? പേഷ്യൻസിന്റെ റെക്കോർഡ് ഫയൽ ചെയ്യണത്. ലാസ്റ്റ് പോയിന്റും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. ദ പേഷ്യന്റ് റെക്കോർഡ്സ് ആർ ഫയൽഡ്. നമ്മുടെ സീരിയൽ നമ്പർ ആയ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഫയൽ ചെയ്യണത് എങ്ങനെ? മെനി പ്ലേസസ് ഇൻ ദ ഫയൽ ആസ് നമ്പർ ടൈംസ് ദ പേഷ്യന്റ് ഹാസ് റിസീവ്ഡ് കെയർ ദ ഫെസിലിറ്റി. എത്ര തവണ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് നടത്തി നമ്മൾ അവരെ പരിചരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ നോക്കിയിട്ടാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ ഫയൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സീരിയൽ നമ്പറിന് എടുക്കേണ്ട കാര്യമില്ലല്ല. മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ? യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് അതെന്താന്ന് നോക്കാം. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ. ഒക്കെ നമ്പറിംഗ് ആണല്ലേ? നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഫയൽ ചെയ്യുന്നു. അപ്പൊ സീരിയൽ നമ്പറിന്റെ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഒരാൾക്ക് ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സീരിയൽ നമ്പറിന്റെ ഇതിൽ വരും. നെക്സ്റ്റ് യൂണിറ്റ് നമ്പറിംഗിൽ എന്തൊക്കെ വരും നോക്കാം. Here the patient is allocated a number on the first admission or visit which is retained for all subsequent admission and treatment. എന്താ പറഞ്ഞേ? ഇവിടെ എന്താ പറയണേ? ഇവിടെ പേഷ്യൻസിന് അലോക്കേറ്റഡ് അനുവദിക്കണം എ നമ്പർ, ഒരു നമ്പർ, ഫസ്റ്റ് അഡ്മിഷൻ ഓർ വിസിറ്റ് വിച്ച് ഈസ് റിട്ടേൺ. എന്ന് വെച്ചാൽ ആ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ എത്ര തവണ വന്നാലും ഒരേ ഒരു നമ്പർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗിൽ എന്താ തന്നെ? ഒരു പേഷ്യന്റ് ഇന്ന് വന്നാലും നാളെ വന്നാലും ഒരു വീക്ക് കഴിഞ്ഞ് വന്നാലും ഒരു മാസം കഴിഞ്ഞ് വന്നാലും ആ പേഷ്യൻസിന് ആകെ ഒരു നമ്പർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതാ പറഞ്ഞത്. പേഷ്യൻസ് ഈസ് അലോക്കേറ്റഡ് എ നമ്പർ ഓൺ ദ ഫസ്റ്റ് അഡ്മിഷൻ ഓർ വിസിറ്റ് വിച്ച് റിട്ടൈൻ ഫോർ ഓൾ സബ്സിക്വന്റ് അഡ്മിഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. എന്ത് ട്രീറ്റ്മെന്റ് ആയാലും ഏത് അഡ്മിഷൻ ആയാലും എത്ര തവണ ആയാലും ഒരു നമ്പർ മാത്രമേ ഒരു പേഷ്യന്റിനുള്ളൂ. മനസ്സിലായ? എല്ലാത്തിലും അല്ല, യൂണിറ്റ് നമ്പറിംഗ് ഫയൽ ചെയ്യുമ്പോ, യൂണിറ്റ് നമ്പറിംഗിൽ ഫയൽ ചെയ്യുമ്പോ പേഷ്യൻസിന് ഒരേ ഒരു നമ്പർ മാത്രം. രണ്ടാമത് പോയിന്റ് എന്താ പറഞ്ഞേ? എന്താ? യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ് എ സിംഗിൾ റെക്കോർഡ്. നമുക്കറിയാം ഒരേ ഒരു നമ്പർ മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കും? എന്തായിരിക്കും? ഒരു റെക്കോർഡ് ഉണ്ടാവുള്ളൂ, സിംഗിൾ ആയിരിക്കും. അപ്പൊ ഒരു റെക്കോർഡ് ഉള്ളത് സിംഗിൾ റെക്കോർഡ്. അത് പഠിക്കേണ്ട കാര്യമില്ല, എന്നാലും അണ്ടർലൈൻ ചെയ്തിട്ടോ. യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ് എ സിംഗിൾ റെക്കോർഡ്. നിങ്ങൾക്ക് ചോദിക്കും യൂണിറ്റ് പ്രൊവൈഡ് അല്ലെങ്കിൽ സിംഗിൾ റെക്കോർഡ് ഉള്ളത് ഏതാണെന്ന് ചോദിക്കും.
ഇനി യൂണിറ്റ് നമ്പറിംഗ് ആണോ സീരിയൽ നമ്പറിംഗ് ആണോ സ്ട്രൈറ്റ് ന്യൂമറിക് ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ അണ്ടർലൈൻ ചെയ്തോ. യൂണിറ്റ് നമ്പറിംഗിലാണ് എ സിംഗിൾ റെക്കോർഡ് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? സ്പീഡ് കൂടുന്നുണ്ടാ? എടുത്തോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ ഇവിടെ നമ്മൾ ഹിയർ എന്താ പറഞ്ഞ ലാസ്റ്റ് യൂണിറ്റ് നമ്പറിന്റെ പേഷ്യന്റ് ഒരു അനുവദിക്കുമ്പോ ഫസ്റ്റ് അഡ്മിഷൻ ആണ് അല്ലെങ്കിൽ വിസിറ്റ് ആണ് ഓൾ സബ്സിക്വൻസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? പേഷ്യൻസിന് ഒരേ ഒരു നമ്പർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വിസിറ്റിൽ അല്ലെങ്കിൽ എങ്ങനെ വന്നാലും ഒരു നമ്പർ, അത് തുടർന്നുള്ള എല്ലാ അഡ്മിഷനും പേഷ്യൻസിന് കിട്ടണം. ആ ഒരു നമ്പർ വെച്ചായിരിക്കും പേഷ്യന്റ് പിന്നീട് ആ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റിനായാലും ചികിത്സയ്ക്ക് വന്നാലും ആ ഒരു നമ്പർ മാത്രമായിരിക്കും. യൂണിറ്റ് നമ്പറിംഗ് രണ്ടാമത്തെ സിംഗിൾ റെക്കോർഡ്. ഇതെന്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? ഒരു സിംഗിൾ റെക്കോർഡ് ആയിരിക്കും. എങ്ങനെയാണ് നോക്കാം. യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ് എ സിംഗിൾ റെക്കോർഡ് വിച്ച് ഈസ് എ കമ്പോസിറ്റ് ഓഫ് ഓൾ ഡാറ്റ കാത്തേഡ് ഗിവൺ പേഷ്യന്റ്. പേഷ്യൻസിനുള്ള എല്ലാ ഡാറ്റയും, പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഉണ്ടാവും, എക്സ്റേ, ECG, അങ്ങനെ ഫുൾ ഓൾ ഡാറ്റ എല്ലാവരും എടുത്തു വന്ന് പേഷ്യന്റിന് അതൊക്കെ കൂടി യോജിച്ച് ഒരൊറ്റ സിംഗിൾ റെക്കോർഡ് ആക്കും. പിന്നെന്താ? ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് പ്രൊവൈഡ്. നമ്മൾ യൂണിറ്റ് നമ്പർ ആണ് ഇത് പറയണത്. യൂണിറ്റ് നമ്പറിംഗിൽ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യണേ? നമ്മൾ യൂണിറ്റ് നമ്പർ കൊടുക്കുന്ന ആ പേഷ്യൻസിന് നൽകിയിട്ടുള്ള സേവനങ്ങളില് എണ്ണമോ തരങ്ങളോ പരിഗണിക്കാതെ തന്നിരിക്കുന്ന രോഗിയിലുള്ള എല്ലാ നമ്പർ ഡാറ്റകളും യോജിച്ച് ഒരൊറ്റ റെക്കോർഡായിട്ട് പേഷ്യൻസിന് കൊടുക്കും. യൂണിറ്റ് നമ്പർ എങ്ങനെ കൊടുക്കണേ? സിംഗിൾ റെക്കോർഡ്. എങ്ങനെ സിംഗിൾ റെക്കോർഡ് ആവണേ? ഓൾ ഡാറ്റ, കമ്പോസിറ്റ് ഓഫ് ഓൾ ഡാറ്റ, എല്ലാ ഡാറ്റകളും ഗ്യാതേർഡ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് പേഷ്യൻസിന് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ആ പേഷ്യൻസിന്റെ നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിറ്റ് നമ്പറിൽ ഇതിലൊന്നും ഓർക്കാനില്ല, ഇത് മാത്രം ഓർത്താൽ മതി. ഒരു നമ്പർ ഉണ്ടാവുള്ളൂ യൂണിറ്റ് നമ്പറിൽ, ഒരേ ഒരു നമ്പർ മാത്രം. എത്ര തവണ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ വന്നാലും എത്ര കൊല്ലം കഴിഞ്ഞ് വന്നാലും അതിന് ഒരേ ഒരു നമ്പർ ഉണ്ടാവുള്ളൂ. ആ ഒരു നമ്പറിലെ എല്ലാ ഡാറ്റയും റെക്കോർഡ് ചെയ്ത് വെച്ച് അത് സിംഗിൾ റെക്കോർഡാകും. ഒരു ചെറിയൊരു സിംഗിൾ ആണ്, ഒറ്റയ്ക്കുള്ള റെക്കോർഡാക്കുക. ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടും, എല്ലാ ഡാറ്റകളും കൂടി ഒരുമിച്ച് കൂട്ടി ആ പേഷ്യൻസിനെ ഒരൊറ്റ റെക്കോർഡാക്കും. പേഷ്യന്റ് എത്ര തവണ ഹോസ്പിറ്റലിൽ സർവീസ് ചെയ്തിട്ടുണ്ടോ? ടൈപ്സ് ഓഫ് സർവീസ് എന്ന് വെച്ചാൽ എത്ര തവണ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ എണ്ണം ഒന്നും പരിഗണിക്കില്ല. എത്ര എണ്ണമായാലും അതൊന്നും നോക്കാതെയാണ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഡാറ്റ ആക്കണത്. 10 തവണ വന്നായിക്കോട്ടെ, 11 തവണ വന്നോട്ടെ, അതൊന്നും പ്രശ്നമല്ല. എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ ഡാറ്റ ആക്കി ഓൾ ഡാറ്റ കൂട്ടി വെച്ച് ഒരൊറ്റ സിംഗിൾ റെക്കോർഡ് ആക്കും. ലാസ്റ്റ് പോയിന്റ് എന്താ? The patient's total medical record is thus filled as a unit in a one folder under one number. എന്താ? ഈ പേഷ്യൻസിന്റെ ടോട്ടൽ മെഡിക്കൽ റെക്കോർഡ് യൂണിറ്റ് നമ്പറിംഗിലെ നമ്മൾ പറയണേ. യൂണിറ്റ് നമ്പറിംഗില് നമ്മൾ പറഞ്ഞു എല്ലാ ഡാറ്റയും ഒരുമിച്ചാക്കുന്നു. അപ്പൊ ഈ പേഷ്യൻസിന്റെ ആ ടോട്ടൽ മെഡിക്കൽ റെക്കോർഡ്, സിംഗിൾ റെക്കോർഡ് എന്ന് പറഞ്ഞല്ല, അതിന്റെ എല്ലാം കൂടി കൂട്ടി വെച്ച ആ മെഡിക്കൽ റെക്കോർഡിൽ എന്താണുള്ളത്? കൂട്ടിവെച്ച ആ മെഡിക്കൽ റെക്കോർഡ് ഒരു നമ്പറിന് കീഴിൽ ഒരു ഫോൾഡറിൽ ഒരു യൂണിറ്റ് ആണ്. എന്താ പറഞ്ഞേ? ഒരു നമ്പർ ഉണ്ടാവുള്ളൂ, എ യൂണിറ്റ്. എങ്ങനെ ഉണ്ടാവാ? എ യൂണിറ്റ് അണ്ടർലൈൻ ചെയ്തോ. ദ പേഷ്യൻസിന്റെ ടോട്ടൽ മെഡിക്കൽ റെക്കോർഡ്, യൂണിറ്റ് നമ്പറിംഗ് ഉള്ള പേഷ്യൻസിന്റെ ടോട്ടൽ മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യണേ? എങ്ങനെ? എ യൂണിറ്റിന്റെ വൺ ഫോൾഡർ അണ്ടർ വൺ നമ്പർ. ഒരു നമ്പറിലുള്ളതില് ഒരു ഫോൾഡർ, അതിലൊരു യൂണിറ്റ്. ഒരു നമ്പർ ഉണ്ടാവും, ആ ഒരു നമ്പറിന് ഒരു ഫോൾഡർ ഉണ്ടാവും, ആ ഒരു ഫോൾഡറിൽ ഒരു യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. യൂണിറ്റ് നമ്പറിങ് അങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഒന്നും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫസ്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ഏതാ? എങ്ങനെ പറഞ്ഞേ? ഫസ്റ്റ് അഡ്മിഷൻ അല്ലെങ്കിൽ വിസിറ്റ് റിട്ടേൺ, എത്ര തവണ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നാലും ഒരേ ഒരു നമ്പർ, എ നമ്പർ മാത്രം ഉണ്ടാവും. പിന്നെ ഏതാ? സിംഗിൾ റെക്കോർഡാണ്, അണ്ടർലൈൻ ചെയ്യാ. യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ് സിംഗിൾ റെക്കോർഡ്. പിന്നെന്താ? പേഷ്യൻസ് ടോട്ടൽ മെഡിക്കൽ റെക്കോർഡ്, പേഷ്യൻസിന്റെ എല്ലാ ഡാറ്റകളും ചേർത്ത് ഒരൊറ്റ റെക്കോർഡ് ആക്കും.
ആ മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണേ? എങ്ങനെയാണ് ഫയൽ ചെയ്ത് വെക്കണത്? ഫയൽ ചെയ്യണത് A യൂണിറ്റ്, ഒരു യൂണിറ്റ് എവിടെ ഉണ്ടാവും? ഒരു ഫോൾഡറിൽ, 1 ഫോൾഡറിൽ. അത് കഴിഞ്ഞിട്ട് 1 നമ്പർ. അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണേ. ഓക്കെ അല്ലേ? യൂണിറ്റ് നമ്പറിങ് ഇനി ഓക്കെ അല്ലേ? ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് വായിച്ചു നോക്കിയേ, യൂണിറ്റ് നമ്പറിങ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഡൗട്ട് ഉണ്ടാ? അടുത്തത് എടുക്കട്ടെ. സ്ട്രൈറ്റ് ന്യൂമറിക് ഫയല്. അതിൽ നമുക്കറിയാം അതിൽ തന്നെ ഉണ്ട് സ്ട്രൈറ്റ് നേരായ ഫയല്, നേരായ സംഖ്യാ ഫയല്. ന്യൂമറിക് എന്ന് വെച്ചാൽ സംഖ്യകള്, നേരായ സംഖ്യകൾ ഇങ്ങനെ ഫയൽ ചെയ്ത് വെച്ചേക്കണത്. അതെങ്ങനെയാണ് നോക്കാം. സ്ട്രൈറ്റ് ന്യൂമറിക് മീൻസ് ടു ദ ഫൈലിംഗ് ഓഫ് റെക്കോർഡ്സ് ഇൻ ആക്യുറേറ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആസ് പെർ ടു മെഡിക്കൽ റെക്കോർഡ് നമ്പർ. എന്താ പറഞ്ഞേ? മെഡിക്കൽ റെക്കോർഡ് നമ്പറുകൾ അതനുസരിച്ച്. എന്തനുസരിച്ചാ? മെഡിക്കൽ റെക്കോർഡിന് ഓരോ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറുകൾ അനുസരിച്ച് കൃത്യമായ ക്രോണോളജിക്കൽ ഓർഡറിലാണ് രേഖകള് ഫയൽ ചെയ്ത് വെച്ചേക്കണത്. ആ ഫയലാണ് സ്ട്രൈറ്റ് ന്യൂമറിക്. എന്താ പറഞ്ഞേ? സ്ട്രൈറ്റ് ന്യൂമറിക് എന്ന റെക്കോർഡുകൾ എങ്ങനെയാണ് വെച്ചേക്കണേ? ക്രോണോളജിക്കൽ ഓർഡറില്. മെഡിക്കൽ റെക്കോർഡിന്റെ നമ്പറുകള് ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഫയൽ ചെയ്ത് വെച്ചേക്കണേ. അതാണ് സ്ട്രൈറ്റ് ന്യൂമറിക്, നേരായ രീതിയിൽ. ഓക്കെ, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് സ്ട്രൈറ്റ് ന്യൂമറിക് മീൻസ് എന്താ? ടു ഫൈലിംഗ് റെക്കോർഡ്സ് ഇൻ ആക്യുറേറ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആസ് പെർ മെഡിക്കൽ റെക്കോർഡ് നമ്പർ. കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ അണ്ടർലൈൻ ചെയ്തെടുക്കാം. കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിലാണ് മെഡിക്കൽ റെക്കോർഡിന്റെ നമ്പറുകൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത്. മെഡിക്കൽ റെക്കോർഡിന്റെ നമ്പറുകൾ അതെവിടെയാണ്? സ്ട്രൈറ്റ് ന്യൂമറിക്കിലാണ്. സ്ട്രൈറ്റ് ന്യൂമറിക് ഫയലിലാണ് ഇതിങ്ങനെ ചെയ്തേക്കണത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? Here records consecutively numbers appear in sequence on the file shelves. The following 4 medical records would be filled up. Example കൊടുത്തിട്ടുണ്ട്. അതെന്താ? അവിടെ ഇങ്ങനെ തുടർച്ചയായിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് തുടർച്ചയായിട്ട് നമ്പർ കാണും. ആ നമ്പറിൽ ഷെൽഫിൽ എങ്ങനെയാണ് വെക്കണേ? ഫോളോയിങ് 4 മെഡിക്കൽ റെക്കോർഡ്സ് ആയിട്ട് വെക്കണേ ഷെൽഫിൽ. ഇപ്പൊ അവിടെ എക്സാമ്പിൾ തന്നേക്കണം. നോക്കിയേ, 1, 2, 3, 4. വീണ്ടും 1, 2, 3 അങ്ങനെ തുടങ്ങും. 1, 2 പിന്നെ 1, 2, 3. 1, 2 കൊടുത്ത് അപ്പുറത്ത് നോക്കിയേ 1, 2, 1, 3 പിന്നെ 1, 4 പിന്നെ 1, 5 അങ്ങനെ 1, 2, 3, 4, 1, 6 വീണ്ടും 1, 2 4 നമ്പർ, 4 മെഡിക്കൽ റെക്കോർഡ്സ്, 4 നമ്പർ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് വരും. തുടർച്ചയായിട്ട് എങ്ങനെ വരും? 4 നമ്പറുകൾ ആദ്യം വരും. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പറുകൾ മാറി മാറി വരും. ഹിയർ റെക്കോർഡ് അപ്പിയർ സീക്വൻസ് ദ ഫയൽ ഷെൽഫിൽ. ഷെൽഫിൽ അവിടുത്തെ ഷെൽഫിൽ സ്ട്രൈറ്റ് ന്യൂമറിക് നമ്പറിന്റെ ഷെൽഫിൽ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത്. 4 നമ്പർ കഴിഞ്ഞു പിന്നെ 2 പിന്നെ 4 പിന്നെ 2 അങ്ങനെ അങ്ങനെ. ഓക്കെ, അതിൽ അവിടെ ഒന്നും പഠിക്കാനില്ല, വെറുതെ അത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇവിടെ പഠിക്കാനുള്ളത് സ്ട്രൈറ്റ് ന്യൂമറിക്സിന്റെ മീൻസ് എന്താ? ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്പേഴ്സ് ഒക്കെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ നമ്പർ ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുക. ആ ഒരു പോയിന്റ് മാത്രം അവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുള്ളൂ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ലാസ്റ്റ് പോയിന്റ് എന്താ? ഇറ്റ് ഈസ് ഈസി ടു പുൾ എനി നമ്പർ ഓഫ് റെക്കോർഡ്സ് കൺസിക്വന്റ്ലി നമ്പേഴ്സ് ഫ്രം ദ ഫയൽ ഓർ എനി പർപ്പസ്. എന്താ? നമ്മൾ ഏത് ആവശ്യത്തിനും ഈ നമ്പർ ഫയൽ എടുക്കാൻ വേണ്ടി ഒരു പേഷ്യന്റ് വന്നു, അത് ഏറ്റവും അടിയിലാണ്. അപ്പൊ നമ്മൾക്ക് ആ ഫയൽ എടുക്കണം. ഫയല് എന്താ? ആ ഫയൽ ഇങ്ങനെ എടുക്കണം. ഫുള്ളെന്ന് വെച്ചാൽ പിൻവലിക്കും, ഇങ്ങനെ വലിക്കണം. അതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ? ഭയങ്കര ഈസി ആയിരിക്കും. ഈ സ്ട്രൈറ്റ് ന്യൂമറിക് ആയിട്ട് ഫയൽ ചെയ്ത് വെച്ചാൽ അതിൽ നിന്നൊരു ഫയൽ എടുക്കാൻ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഏത് ആവശ്യത്തിനും ഫയലിന് തുടർച്ചയായിട്ട് അക്കമിട്ടിരിക്കും. എത്ര റെക്കോർഡ്സ് വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ പറ്റും. കാരണം എന്താ? പെട്ടെന്ന് എടുക്കാൻ പറ്റും. എത്ര നമ്പർ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ കോഡാണത്. ഒരെണ്ണം കഴിയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കാം 1, 2, 3, 4. അപ്പൊ നമുക്ക് ഓർഡർ അറിയാം. ഇതൊക്കെ 1, 2, 3, 4. അപ്പൊ അതിന്റെ അടിയിലുള്ളത് നോക്കിയാൽ മതി. 1, 2, 3 പിന്നെ 1, 2 അങ്ങനെ നോക്കിയിട്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി ടു പുൾ എനി നമ്പർ റെക്കോർഡ്സ്. ഇങ്ങനെ ഈസി ആയ ഫയല് അറേഞ്ച് ചെയ്യാനായിട്ട് ഈസി ആയ റെക്കോർഡ് സിസ്റ്റം ഏതാ? സ്ട്രൈറ്റ് ന്യൂമറിക് ഫയലിംഗ്. ഏതാ?
സ്ട്രൈറ്റ് ന്യൂമറിക് ഫയലിംഗ്. അപ്പൊ അതും അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇറ്റ് ഈസ് ഈസി. ഇത് വളരെ ഈസിയാണ്. ഏതാണ് ഈസി? സ്ട്രൈറ്റ് ന്യൂമറിക് ഫയൽ ചെയ്താല് ഇറ്റ് ഈസ് ഈസി ടു പുൾ എനി നമ്പർ ഓഫ് റെക്കോർഡ്സ് കൺസിക്വന്റ്ലി നമ്പേഴ്സ് ഫ്രം ദ ഫയൽ ഫോർ എനി പർപ്പസ്. എന്ത് ആവശ്യത്തിന് ഏത് നമ്പർ എടുക്കണമെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് എങ്ങനെ അറേഞ്ച് ചെയ്താലാ? സ്ട്രൈറ്റ് ന്യൂമറിക് ഫയലിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രം. ഓക്കെ ഓക്കെ അല്ലേ? അതൊന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? ഓക്കെ എടുക്കട്ടെ അടുത്തത്. ഓക്കെ 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 നെക്സ്റ്റ് ഞാൻ പറയണതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറയണേ. വേറെ വലിച്ചു വാരി ഒന്നും പഠിക്കണ്ട, വേറെ ഒന്നും വരില്ല. അടുത്തത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് അതെന്താ നോക്കാം. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഈസ് എ സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ്. എന്താ? ലളിതവും കൃത്യവുമായ ഫയലിംഗ് മെത്തേഡ് ആണ്. അണ്ടർലൈൻ ചെയ്യാം. സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ് ഏതാ? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ടെർമിനൽ ആയിട്ട് ഫയൽ ചെയ്താ ഡിജിറ്റൽ ആയിട്ട് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ചെയ്യാൻ സിമ്പിൾ ആണ്, എക്സാക്ട് ആണ്. സിമ്പിൾ ആണ്, അത് കൃത്യവുമായിരിക്കും. യൂഷ്വലി എ 6 digit number is used and divided with a hyphen into 3 parts. Each part generally contain 2 digits. നമുക്ക് നോക്കാം. ഒരു 6 ഡിജിറ്റ് നമ്പർ 1 2 3 4 5 6 6 ഡിജിറ്റ് നമ്പർ. എല്ലാവരുടെ കയ്യിൽ പേന ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എഴുതിക്കോ. ഈ 6 ഡിജിറ്റ് നമ്പർ എടുക്കാം. ടെർമിനൽ ഡിജിറ്റ് ഫയൽ ചെയ്യണതാണ് നമ്മൾ പറയണത്. 6 നമ്പർ എഴുതാം. 1 2 3 4 5 6. ഈ 6 നമ്പർ നമ്മൾ എഴുതിയിട്ട് അതില് 3 നമ്പർ 3 എന്താ ചെയ്യാ? 2 നമ്പർ വെച്ച് നമ്മള് അതിനെ ഹൈഫൺ ഇട്ട് നിൽക്കാം. 3 പാർട്സ് ആക്കാം, 3 പാർട്സ് ആക്കാം. ഈ 6 നമ്പറിനെ നമ്മൾ 3 പാർട്സ് ആക്കിയിട്ട് അതിന്റെ ഇടയിൽ ഹൈഫൺ ഇടാം, ഹൈഫൺ. അപ്പൊ നമുക്ക് ഒരു പാർട്സിൽ എത്ര ഡിജിറ്റ് വരും? ഒരു പാർട്സിൽ 2 ഡിജിറ്റ്. മനസ്സിലായ? 1 2 ഒരു ചെറിയ ഹൈഫൺ, 3 4 5 6 മൂന്നാമത്തെ ഹൈഫൺ 5 6. അപ്പൊ 3 പാർട്സ് വന്നു. 1 2 ഒരു ഹൈഫൺ, 2 3 3 4 5 6. മനസ്സിലായ? അപ്പൊ ലാസ്റ്റ് അതിൽ എത്ര നമ്പർ ഉണ്ടാവും? 2 ഡിജിറ്റ്, 2 ഡിജിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ചെയ്യണത് എങ്ങനെയാണ്? ഈസി ആണ്, എക്സാക്ട് കൃത്യവുമാണ്. ഇതെങ്ങനെ ഫയൽ ചെയ്യാം? 6 ഡിജിറ്റ് നമ്പർ എടുക്കാം, അതിനെ 3 പാർട്സ് ആക്കാം. 3 പാർട്സ് കഴിഞ്ഞാൽ ഓരോ പാർട്സിലും എത്ര ഡിജിറ്റ് ഉണ്ടാവും? 2 ഡിജിറ്റ് ഉണ്ടാവും. 3 പാർട്സ് ആക്കിയാൽ ഓരോ പാർട്സിലും എത്ര ഡിജിറ്റ് ഉണ്ടാവും? 2 ഡിജിറ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ അല്ലേ? മനസ്സിലാവണില്ലേ എല്ലാവർക്കും? മനസ്സിലാവണില്ലേ? ഓക്കെ നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കണേ? ദ പ്രൈമറി ഡിജിറ്റ് ആർ ദ ലാസ്റ്റ് 2 digits on the right hand side of the number. The secondary digit are the middle digit and the tertiary digit are the first toe and the left side of the number. നമുക്ക് നോക്കാം എന്താ പറഞ്ഞത്. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കി, ലാസ്റ്റത്തെയും കൂടി വായിക്കാം. In the 5 secondary tertiary digit enters with every record. ഓക്കെ ഒന്ന് എക്സാമ്പിൾ നോക്കാം. ലാസ്റ്റത്തെ എക്സാമ്പിൾ 1 2 3 4 5 6 ഇങ്ങനെയാണ് നമ്മളിപ്പോ തന്നേക്കണേ. ഇതിപ്പോ നമ്മൾ 3 പാർട്സ് ആക്കിയിട്ടുണ്ട്. 1 പാർട്സ്, 2 പാർട്സ്, 3 പാർട്സ്. 3 പാർട്സ് കഴിഞ്ഞിട്ട് ഓരോന്നിലും 2 ഡിജിറ്റ് വീതമുണ്ട്. 1 ഡിജിറ്റ് 2 ഡിജിറ്റ് അങ്ങനെ ഓരോന്നിലും 2 ഡിജിറ്റ് വീതമുണ്ട്. അത് നമ്മൾ ആദ്യം പഠിച്ചു. ഇനി ഇവിടെ പറഞ്ഞേക്കണത് മൂന്നാമത് പ്രൈമറി ഡിജിറ്റില് ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താ? റൈറ്റ് ഹാൻഡ് സൈഡിലെ നമ്പർ ആണ്. എന്താ നമ്മളോട് പറഞ്ഞേ? എന്താ? പ്രൈമറി ഡിജിറ്റ് ആർ ദ ലാസ്റ്റ് 2 digit ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ദ നമ്പർ. പ്രൈമറി ഡിജിറ്റ് ഇതിൽ ഏതാണ്? നമ്മൾ പറഞ്ഞു 1 2 ഇത് ഫസ്റ്റത്തെ, 3 4 മിഡിലുള്ളത്, 5 6 ഏതാ? ലാസ്റ്റത്തെ.
പക്ഷെ ഇവിടെ വന്നത് അങ്ങനല്ല. 1, 2 എന്ന് പറയണത് ഇവിടെ ഏതാ വരാ? 1, 2 എന്ന് പറയണത് ഇവിടെ വരുന്നത് ഏതാ? ടെർട്ടറി ഡിജിറ്റ്. ഈ ഫസ്റ്റ് കാണുന്ന 1, 2 എന്ന് പറയണത് എന്താ? തൃതീയം. ടെർട്ടറി എന്ന് പറയണത് ഏതാ? തൃതീയം. 1, 2 എന്ന് പറയണത് തൃതീയം, അതാണ് തൃതീയം. 3, 4 എന്ന് പറയണതാണ് സെക്കൻഡറി. 3, 4 എന്ന് പറയണത് സെക്കൻഡറി, നടുക്ക് വന്നത് മിഡിൽ. 5, 6 എന്ന് പറയണത് അതാണ് പ്രൈമറി ഡിജിറ്റ്. ലാസ്റ്റ് 2 ഡിജിറ്റ്, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ഏതാ? പ്രൈമറി ഡിജിറ്റ്, പ്രാഥമികം. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ 1, 2, 3, 4, 5, 6 എന്ന് എഴുതാം. എന്നിട്ട് അതിന്റെ താഴെ ഇതുപോലെ 3 പാർട്സ് ആക്കാം. എന്നിട്ട് ഓരോ ഡിജിറ്റ് 1, 2 ആ ഡിജിറ്റിന്റെ അവിടെ പേര് എഴുതാ. എന്തെന്ന് എഴുതാ? ടെറിട്ടറി ഡിജിറ്റ്. ആദ്യത്തെ ഡിജിറ്റിനെ നമ്മൾ ഫസ്റ്റ് പ്രാഥമിക ഡിജിറ്റ് എന്നല്ലേ പറയാ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ആദ്യം കാണുന്ന ഡിജിറ്റ് ആണ് ടെറിട്ടറി ഡിജിറ്റ്. ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഡിജിറ്റിനാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയണത്. ഓക്കെ, മനസ്സിലാവണ്ട? ഓക്കേണോ? ഓക്കെ, ഒന്നും കൂടിയും പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി വെച്ചോ. ലാസ്റ്റ് 2 ഡിജിറ്റ് കാണുന്നത് 5, 6 എന്ന് കാണുന്നത് എന്താ? പ്രൈമറി ഡിജിറ്റ്. ഒന്നുകൂടി പറയോ? ഓക്കെ, ഒന്നുകൂടി പറയാ, ശ്രദ്ധിച്ചിരുന്നോ. ഇപ്പൊ നമ്മള് 6 ഡിജിറ്റ് 1, 2, 3, 4, 5, 6 അതിനെ നമ്മൾ 3 പാർട്സ് ആക്കി. എത്ര പാർട്സ് ആക്കി? ഹൈഫൺ വെച്ചാണ് നമ്മൾ തിരിച്ചത്. ഹൈഫൺ കണ്ട, ചെറിയ ഹൈഫൺ. ആ ഹൈഫൺ വെച്ച് നമ്മൾ 3 പാർട്സ് ആക്കി. 3 പാർട്സ് ആക്കി കഴിഞ്ഞപ്പോ അതില് 2 ഡിജിറ്റ് വെച്ച് ഓരോ പാർട്സിലും വന്നു. ഓരോ പാർട്സിലും എത്ര ഡിജിറ്റ് വീതം? 2 ഡിജിറ്റ് വീതം വന്നു. ഈ 2 ഡിജിറ്റ് വീതം വന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ? ഇതിനെ ഓരോ പേരിട്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. മൂന്നാമത്തെ ലൈൻ പറഞ്ഞത് എന്താ? ഓരോ പേര്. പ്രൈമറി ഡിജിറ്റ് ആർ ദ ലാസ്റ്റ് 2 ഡിജിറ്റ്. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എടുക്കുക, 5, 6. അതിന്റെ പേര് പ്രൈമറി ഡിജിറ്റ്. നടുക്ക് കാണുന്ന ഇത് ഏതാ? സെക്കൻഡറി ഡിജിറ്റ്, മിഡിൽ ഡിജിറ്റ്. മിഡിൽ ഏതാ? സെക്കൻഡറി. മിഡിൽ ഡിജിറ്റില് സെക്കൻഡറി 3, 4. പിന്നെന്താ? ടെറിട്ടറി ഡിജിറ്റ് ഫസ്റ്റ് ട്ടോ. ഫസ്റ്റ് കാണുന്നത് ടെറിട്ടറി ഡിജിറ്റ്. ഫസ്റ്റ് കാണുന്നത് ടെറിട്ടറി ഡിജിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്പർ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? In the file, the second tertiary digit alternates with every record. നമ്മള് ഫയലില് എല്ലാ റെക്കോർഡ്സിനൊപ്പം ഏതാ? രണ്ടാമത്തെ തൃതീയക്കവും മാറി മാറി വരും. എന്ന് വെച്ചാൽ എന്താ? ഫയലില് റെക്കോർഡ് ചെയ്യുമ്പോ നമ്മള് സെക്കൻഡറിയും ടെർട്ടറിയും മാറി മാറി വരും. ഇത് ടെർട്ടറി അല്ല, പ്രൈമറിയും സെക്കൻഡറിയും. സെക്കൻഡറി 3, 4, പ്രൈമറി 5, 4, 5, 6. അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറി വരും. അതാ പറഞ്ഞത് ലെഫ്റ്റ് സൈഡ് ഓൺ ദ നമ്പർ. ഈ ലെഫ്റ്റ് കിടക്കുന്ന നമ്പർ അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ആവും. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ അതൊന്നും പഠിക്കണ്ട. അറേഞ്ച് ചെയ്യണത് മാത്രം പഠിച്ചാൽ മതി. 3 പാർട്സ് ആക്കും. ഓരോ പാർട്സിലും 2 എണ്ണം ഉണ്ടാവും. ആദ്യത്തെ നമ്പർ എന്താ? ആദ്യത്തെ പാർട്സിനെ നമ്മൾ എന്ത് പറയും? ആദ്യത്തെ പാർട്സിനെ നമ്മൾ എന്താ പറയാ? ആദ്യത്തെ പാർട്സിനെ പറയണത് ടെർട്ടറി. രണ്ടാമത്തെ പാർട്സിനെ സെക്കൻഡറി. മൂന്നാമത്തെ പാർട്സിനെ പ്രൈമറി. അത് മാത്രം ഓർത്താൽ മതി. അത് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, വേറെ സംശയമൊന്നുമില്ലല്ലോ. ഇനി വേറെ ഒന്നും നിങ്ങൾ പഠിക്കാനില്ല. നമ്മൾ അറേഞ്ച് ചെയ്യണ കാര്യം മാത്രം പറഞ്ഞു. സിമ്പിൾ ആയിട്ടും എക്സാക്ട് ആയിട്ടും. ടെർമിനലില് സിമ്പിൾ ആണ്, എക്സാക്ട് ആണ്. 6 ഡിജിറ്റ് നമ്പർ ഉണ്ടാവും. അതിനെ ഹൈഫൺ വെച്ച് തിരിച്ചു ഓരോ പാർട്സ് ആക്കി. 3 പാർട്സ് ആക്കി. ഒരു ഡിജിറ്റില് 2 നമ്പർ വെച്ച്. ആദ്യത്തെ ഡിജിറ്റ് ടെർട്ടറി, രണ്ടാമത്തത് സെക്കൻഡറി, മൂന്നാമത്തത് പ്രൈമറി. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് മിഡിൽ ഡിജിറ്റ് ഫൈലിംഗ്. മിഡിൽ ഡിജിറ്റ് ഫൈലിംഗ് എന്താ നോക്കാം. ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടെർമിനൽ ഡിജിറ്റ് ഫൈലിംഗ്. ഇതെങ്ങനെ? മിഡിൽ ഡിജിറ്റ് ഇത് നമ്മള് ടെർമിനൽ ഡിജിറ്റിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മിഡിൽ ഡിജിറ്റ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഉപയോഗിക്കുന്ന മിഡിൽ കിടക്കുന്ന ഡിജിറ്റ് ഏതാ? സെക്കൻഡറി.
പക്ഷെ അത് ഇവിടെ വന്നത് അതിന് പകരം ടെർമിനൽ ആണ്, ആദ്യത്തെ ഡിജിറ്റ് ആണ് ഉപയോഗിക്കുന്നത്, ടെർമിനൽ ഡിജിറ്റ്. ഇത് നമ്മൾ അതിന് പകരം ടെർമിനൽ ഡിജിറ്റിന് ഉപയോഗിക്കുന്നതാണ് മിഡിൽ ഡിജിറ്റ്. ഓർക്ക, ടെർമിനൽ എവിടെ കിടക്കണേ? ഫസ്റ്റ്. ആ ഫസ്റ്റ് കിടക്കണതിന് പകരം നമ്മൾ മിഡിൽ ഡിജിറ്റ് ഫയൽ ചെയ്യും. ഹിയർ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി ഡിജിറ്റ് ആർ ഡിഫറെന്റ് പൊസിഷൻ. Middle parts of the digit are the primary digit. Digit on the left are secondary digit. The digit on the night എന്നുള്ളത് മാറ്റിക്കോ, റൈറ്റ്. അപ്പൊ തന്നെ തിരുത്തിക്കോ, നൈറ്റ് അല്ല റൈറ്റ്. എല്ലാവരെയും നൈറ്റ് ആണോ കിടക്കണേ? എല്ലാവരെയും എന്താ കിടക്കണേ? നൈറ്റ് എന്നാണോ? നൈറ്റ് എന്നല്ല, റൈറ്റ് എന്നാണ്. അപ്പൊ എന്തിന്റെ അടുത്ത് ആറ് ഇട്ടോ? റൈറ്റ്. റൈറ്റ് സൈഡാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്. ഓക്കെ. അപ്പൊ സുസ്മിത റൈറ്റ് ആക്കാട്ടാ, നൈറ്റ് എന്നുള്ളത് റൈറ്റ് ആക്കാം. ഓക്കെ. അതില് വേറെ ഒന്നും പഠിക്കാനില്ല. അതില് പഠിക്കാനുള്ളത് എന്താ? ഇതില് വേറെ ഒന്നുമില്ല. ഇത് ടെർമിനൽ ഡിജിറ്റിന് പകരം ഉപയോഗിക്കുന്നു. It is a substitute. Middle digit is substitute for terminal digit. Underline ചെയ്യാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ. മിഡിൽ ഡിജിറ്റ് ഫയൽ ചെയ്യണത് ടെർമിനൽ ഡിജിറ്റിന്. അണ്ടർലൈൻ ചെയ്താ. പിന്നെന്താ? ഇവിടെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി ഡിജിറ്റ് ആർ ഡിഫറെന്റ് പൊസിഷൻ. ഡിഫറെന്റ് ആയ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി വരുന്നത്. പ്രൈമറി, സെക്കൻഡറി എന്ന് വെച്ചാ പ്രൈമറി എവിടത്തെ? ഏറ്റവും ലാസ്റ്റ്. സെക്കൻഡറി നടുക്ക്, ടെറിട്ടറി ഫസ്റ്റ്. ഇത് അങ്ങോട്ട് ഇങ്ങോട്ടും അതിന്റെ സ്ഥാനം മാറി മാറി വരും, ഡിഫറെന്റ് പൊസിഷൻ ആയിട്ട് വരും. അതൊന്നും നമ്മൾ നോക്കണ്ട, അതൊന്നും നമുക്ക് എക്സാമിന് ഉണ്ടാവില്ല. മിഡിൽ പാർട്സ് ഡിജിറ്റ് ആർ പ്രൈമറി. നടുക്ക് കിടക്കണത് പ്രൈമറിയിലോട്ട് പോകും. ഡിജിറ്റ് ലെഫ്റ്റ് ആർ സെക്കൻഡറി. ലെഫ്റ്റ് കിടക്കണത് സെക്കൻഡറിയിൽ വരും. ആൻഡ് ഡിജിറ്റ് റൈറ്റ് കിടക്കണത് ടെറിട്ടറി വരും. അതൊന്നും നോക്കണ്ട. നമ്മള് ഇതൊക്കെ ഇങ്ങനെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. അതൊന്നും നമുക്ക് എക്സാമിന് ഉണ്ടാവില്ല. അതൊന്നും നമ്മൾ ആവശ്യമില്ല. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഡിജിറ്റിന്റെ കാര്യം, മിഡിൽ ഡിജിറ്റ് എന്താന്നുള്ളത് ഫസ്റ്റത്തെ സെക്കൻഡിൽ വരും, സെക്കൻഡത്തെ തേർഡിൽ വരും, തേർഡിലത്തെ ഫോർത്ത്, അങ്ങനെ മാറി 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 വരും. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് കൂടുതലായിട്ട് ഇതിൽ പഠിക്കാനൊന്നുമില്ല. ഇപ്പൊ അതിനൊരു എക്സാമിന് നമ്പർ കൊടുത്തേക്ക് നോക്കിയേ. 46, 68, 96. ഇവിടെ നോക്കിയേ, 46, 68, 96 പകരം 97, പിന്നെ 98, പിന്നെ 99. അപ്പൊ ഇവിടെ അങ്ങനെ ഇങ്ങനെ മാറി മാറി ലാസ്റ്റത്തെ ഡിജിറ്റിനാണ് ഇവിടെ മാറ്റം തന്നെ. ചിലത് എങ്ങനെയായിരിക്കും? 46 ഉള്ളിടത്ത് 47, ഇവിടെ 48, ഇവിടെ 49, ഇങ്ങനെ അങ്ങനെ മാറി വരും ഫസ്റ്റ് ഡിജിറ്റ്. ചിലപ്പോ ഇവിടെ എന്തായിരിക്കും? 68 എന്നുള്ളത് 69, അപ്പൊ ഇപ്പത്തെ വരുമ്പോ 70, അങ്ങനെ മാറി മാറി വരും. ഓക്കെ, ഇതില് നമ്പറിനൊന്നും ഇതില്ല. ഇതൊന്നും നമ്മൾ എക്സാമിന് പഠിക്കാനോ എക്സാമിനൊന്നും വരില്ല. പക്ഷെ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഈ മിഡിൽ ഡിജിറ്റ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ ആരായിട്ട് മാറും? ടെർമിനൽ ഡിജിറ്റ് ഫയലിങ്ങിൽ. ഓക്കെ, ടെർമിനൽ ഡിജിറ്റ് ആയിട്ട് മാറും. മിഡിൽ ഡിജിറ്റ് ഫയൽ ചെയ്യുമ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ടിൽ എന്തായി മാറും? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആയി മാറും. അത് അണ്ടർലൈൻ ചെയ്തിടാ. പിന്നെ വേറെ ഒന്നും നമുക്ക് ഇതിൽ പഠിക്കാനില്ല. ഓക്കെ, മിഡിൽ ഡിജിറ്റിൽ അത് മാത്രം ഓർക്കാനുള്ളൂ. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യണത്? മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യണത് കേട്ടാ, നോക്കാം നമുക്ക്. മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യണേ? ടൈപ്സ് ഓഫ് ഫോർമാറ്റ്. നമുക്ക് ഇതിനെ കുറിച്ച് സെപ്പറേറ്റ് ഓരോന്ന് പഠിക്കാനുണ്ട്. എല്ലാരും ഇല്ല, കുറച്ച് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ഫോർമാറ്റ് പല തരത്തിലുള്ള ടൈപ്സിലുണ്ട്. ഒന്നാമത്തേണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, SOMR. അത്രേ ഉള്ളൂ. ബ്രാക്കറ്റ് ആണ്, അയ്യല്ല. ആ SOMR എന്നുള്ളത് ബ്രാക്കറ്റ് ആക്കിയില്ല, മറ്റേത് തെറ്റിക്കിടക്കണാണ്, അയ്യല്ല. അപ്പൊ നോക്കിയേ, ഫുൾ ഫോം ചോദിക്കും. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SOMR? ഏതാ? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ഏതാ? SOMR. നമ്മൾ ടൈപ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫോർമാറ്റ് ആണ് പഠിക്കണേ. അപ്പൊ ആദ്യത്തെ ഫോർമാറ്റ് സോഴ്സ്. ആദ്യത്തെ സോഴ്സ് ഓറിയന്റഡ് ആയിരിക്കണം. ആദ്യത്തെ എന്തായിരിക്കണം? സോഴ്സ് ഓറിയന്റഡ്. രണ്ടാമത് എന്തായിരിക്കണം? പ്രോബ്ലം ഓറിയന്റഡ്, PO. ഫുൾ ഫോം ഓർത്തിരിക്കുക, അണ്ടർലൈൻ ചെയ്യാം. രണ്ട് ഫുൾ ഫോമും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. POM,
POMR മെഡിക്കൽ റെക്കോർഡ് നമുക്കറിയാലോ. MR എന്താ? മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ പ്രോബ്ലം ഓറിയന്റഡ് PO രണ്ടും ഇപ്പൊ തന്നെ പഠിച്ചോ. സോഴ്സ് ഓറിയന്റഡ്, പ്രോബ്ലം ഓറിയന്റഡ്. SOMR, POMR. മൂന്നാമത്തെ എന്താ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്, IMR. IMR ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. നാലാമത് എന്താ? മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് പ്രൊവൈഡ് ദ കെയർ ആൻഡ് ഡാറ്റ. എന്താ പറഞ്ഞേ? നമ്മൾ പേഷ്യൻസിന് കെയർ, ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണം. ആ ഡാറ്റ പേഷ്യൻസിന്റെ കെയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസൃതമായി മെഡിക്കൽ റെക്കോർഡിന് ക്രമീകരിക്കണം. എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറയാ. മെഡിക്കൽ റെക്കോർഡ് അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യണം? വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? കെയർ ഡിപ്പാർട്ട്മെന്റില് പ്രൊവൈഡ്, നമ്മൾ പേഷ്യൻസിന് കൊടുക്കണ കെയർ ഇല്ലേ, ട്രീറ്റ്മെന്റ് കൊടുക്കണുണ്ട്, പേഷ്യൻസിന് കെയർ കൊടുക്കണ്ട്. അതെല്ലാനും പിന്നെ ആ ഡാറ്റ പേഷ്യൻസിന് കൊടുക്കണം. നമ്മൾ നോട്ട്സ് എഴുതി വെക്കണുണ്ട്. ആ ഡാറ്റകളെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. എവിടെ അറേഞ്ച് ചെയ്യണം? പേഷ്യൻസിന്റെ കെയർ ഡിപ്പാർട്ട്മെന്റില്. ഓക്കെ, കെയർ ഡിപ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. എന്നാലും മെഡിക്കൽ റെക്കോർഡ് ശരിയാവുള്ളൂ. അതാ പറഞ്ഞത്. കെയർ കൊടുക്കണതും ഡാറ്റ ചെയ്യണതൊക്കെ നമ്മളുടെ പേഷ്യൻസിന്റെ ആ കെയർ ഡിപ്പാർട്ട്മെന്റിന് അനുസരിച്ച്, അതിനനുസൃതമായിട്ട് മെഡിക്കൽ റെക്കോർഡ് വിഭാഗം ക്രമീകരിക്കണം. അങ്ങനെ വേണം മെഡിക്കൽ റെക്കോർഡ് ക്രമീകരിക്കാൻ. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ല. അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം പറയാം. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ്. എവിടെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? എവിടെ? ദ പേഷ്യൻസ് കെയർ ഡിപ്പാർട്ട്മെന്റ് വിത്ത് പ്രൊവൈഡ് കെയർ ആൻഡ് ഡാറ്റ. പേഷ്യൻസിന് കൊടുക്കുന്ന കെയറും അതിന്റെ ഡാറ്റയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം? കെയർ ഡിപ്പാർട്ട്മെന്റ്, പേഷ്യൻസിന് ഒരു കെയർ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അവിടെ വേണം. അതിനനുസരിച്ചായിരിക്കും മെഡിക്കൽ റെക്കോർഡ് അറേഞ്ച് ചെയ്യാൻ. അതിനനുസരിച്ചാണ് മെഡിക്കൽ റെക്കോർഡ് അറേഞ്ച് ചെയ്യണത്. ഓക്കെ, മനസ്സിലാവണില്ലേ മക്കളെ? നിങ്ങക്ക് മനസ്സിലാവണില്ലേ? ഓക്കെ, പിന്നെന്താ? ഹെൻസ് ദ നെയിം സോഴ്സ്. ഇതിന്റെ പേരാണ് എന്ത്? സോഴ്സ് ഓറിയന്റഡ്. നമ്മൾ ഇതിനൊരു പേരിട്ട് സോഴ്സ് ഓറിയന്റഡ് MR. നമ്മൾ പറഞ്ഞു SOMR. ഓക്കെ, SOMR എന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിന്റെ കെയർ കൊടുക്കണതും ഡാറ്റ കൊടുക്കണതൊക്കെ നമ്മള് ഏതാ? കെയർ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് അവിടെ ചെന്ന് അതിനനുസരിച്ച് വേണം പേഷ്യൻസിന് ഇത് കൊടുക്കാൻ. അതിനെ പറയുന്ന പേരാണ് SOMR, സോഴ്സ് ഓറിയന്റഡ് MR. അത്രേ ഉള്ളൂ. പിന്നെന്താ? ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ്. അവിടെ അണ്ടർലൈൻ ചെയ്തോ? നമ്മൾ ഓരോ ഫോംസും പേഷ്യൻസിന് കൊടുക്കണ എന്താ? ഫോംസ് തീയതിക്ക് അനുസൃതമായി ഫോമുകൾ ക്രമീകരിക്കണം. ഓരോ ഡേറ്റ് അനുസരിച്ചാണ്. എങ്ങനെയാണ് ഫോമുകൾ ക്രമീകരിക്കേണ്ടത്? ടു ഡേറ്റ്, ഡേറ്റ് അനുസരിച്ച്. ഡേറ്റിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇന്ന ഡേറ്റ് നോക്കിയിട്ടാണ്, ഓരോ ഡേറ്റ് അനുസരിച്ചാണ് നമ്മള് ഫോംസ് ഓർഗനൈസ് ചെയ്യേണ്ടത്, ക്രമീകരിക്കേണ്ടത്. അത് അണ്ടർലൈൻ ചെയ്യാം. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയണത്. നിങ്ങൾ ഞാൻ പറയണ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കും. അതിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് വരില്ല. ഓക്കെ, പിന്നെന്താ? ഫോംസ് നമ്മള് ഈ ഹോസ്പിറ്റൽ ഇതില് മെഡിക്കൽ റെക്കോർഡില് ഫോം എങ്ങനെ അറേഞ്ച് ചെയ്യണേ, ഓർഗനൈസ് ചെയ്യണേ? അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ്. ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ അറ്റ് നഴ്സിംഗ് സ്റ്റേഷൻ. എന്താ പറഞ്ഞേ? എന്താ? സാധാരണയായി നഴ്സിംഗ് സ്റ്റേഷനിൽ എങ്ങനെയാണ്? റിവേഴ്സ് ക്രോണോളജിക്കലിന്റെ ക്രമത്തിലാണ് റെക്കോർഡ് ക്രമീകരിക്കുന്നത്. നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു വാർഡില് കുറെ ബെഡിട്ട് പേഷ്യൻസ് ഒക്കെ കിടക്കണം. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നേഴ്സുമാരിരിക്കുന്ന ഒരു ചെറിയ കൂടുണ്ട്. അതാണ് നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ കാണും നഴ്സുമാർ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന എക്യുപ്മെന്റും CPR ചാർട്ട് റെക്കോർഡ് എല്ലാവരും നഴ്സിംഗ് റെക്കോർഡ് ഒക്കെ ഇതിലുണ്ടാവും. ആ നഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവും. മനസ്സിലായ? നഴ്സുമാരിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ട്, ട്രിപ്പൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് പറയില്ലേ നഴ്സുമാരോട്? അതെവിടെ ചെന്ന് പറയാ? അവരുടെ നഴ്സിംഗ്മാർ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് നഴ്സിംഗ് സ്റ്റേഷൻ.
ആ നഴ്സിംഗ് സ്റ്റേഷനിൽ എങ്ങനെയായിരിക്കും റെക്കോർഡ്സുകൾ അറേഞ്ച് ചെയ്തേക്കണേന്നാ ചോദിച്ചേക്കണേ. എങ്ങനെയായിരിക്കും? ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ. അണ്ടർലൈൻ ചെയ്തിട്ടോ? ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നഴ്സിംഗ് സ്റ്റേഷനിൽ റെക്കോർഡ് അറേഞ്ച് ചെയ്തേക്കണത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ടവർക്കൊക്കെ അണ്ടർലൈൻ ചെയ്യാം. റിവേഴ്സ്. മറ്റേത് നമ്മൾ കുറെ പഠിച്ചു ക്രോണോളജിക്കൽ ഓർഡറിൽ. പക്ഷേ നഴ്സിംഗ് സ്റ്റേഷനിൽ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. മനസ്സിലാവുന്നില്ലേ? എങ്ങനെ വന്നേ? നഴ്സിംഗ് സ്റ്റേഷനിൽ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾ ഫോർമാറ്റാ പഠിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഓരോ ഫോർമാറ്റ് ഇതനുസരിച്ചാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് അറേഞ്ച് ചെയ്തേക്കണേ. ഫസ്റ്റ് പഠിച്ചു സോഴ്സ് ഓറിയന്റഡ്, സെക്കൻഡ് പ്രോബ്ലം ഓറിയന്റഡ്, പിന്നെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. എന്താ പിന്നെ ലാസ്റ്റ് നാലാമത് പഠിച്ചത്? പേഷ്യൻസിന് കെയർ ഡിപ്പാർട്ട്മെന്റിൽ വേണം. കെയർ ഒക്കെ കൊടുക്കണത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതനുസരിച്ച് വേണം അറേഞ്ച് ചെയ്യാൻ. ഇതിനൊക്കെ കൂടി പറയണ പേരാണ് സോഴ്സ് ഓറിയന്റഡ്. പിന്നെന്താ? ടു ഡേറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഓർഗനൈസ് ചെയ്യാൻ. ഫോമുകൾ ഈ പേഷ്യൻസിന്റെ ഫോമുകളൊക്കെ നമ്മൾ ഡേറ്റ് ഇട്ടിട്ട്, ഓരോ ഫോമിനും ഓരോ ഡേറ്റ് ആയിരിക്കും. ഇന്ന് നമ്മളൊരു ഫോം കൊടുത്തു, അതിലേതായിരിക്കും ഇന്നത്തെ ഡേറ്റ്. നാളെ ആണെങ്കിൽ നാളെ. അപ്പൊ ഡേറ്റിന് ഇമ്പോർട്ടന്റ് ഉണ്ട്, ടു ഡേറ്റ്. അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെന്താ? സാധാരണയായിട്ട് നഴ്സിംഗ് സ്റ്റേഷനിൽ എന്തുണ്ടാവും? റെക്കോർഡ്സ് ഉണ്ടാവും. അവരെ ഒരുപാട് നഴ്സിംഗ് നോട്ട്, TPR ചാർട്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊടുക്കണത് നഴ്സുമാരാ. അതിനുള്ളത് അതിനെങ്ങനത്തെ ഓർഡറില? റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ. പിന്നെ ലാസ്റ്റ് എന്താ? സോ ദ മോസ്റ്റ് ഇൻഫർമേഷൻ അറ്റ് ദ ഫ്രണ്ട്, ഓൾഡസ്റ്റ് ഇൻഫർമേഷൻ അറ്റ് ദ ബാക്ക് ഓഫ് ഈച്ച് സെക്ഷൻ. എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ മുന്നിലും പഴയ വിവരങ്ങൾ പിൻഭാഗത്തും. എന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിന്റെ സോ ദ മോസ്റ്റ് ഇൻഫർമേഷൻ, ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടി. പേഷ്യൻസിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ആ പേഷ്യൻസിനെ കുറിച്ചുണ്ട്. അതൊക്കെ നമ്മൾ ഇൻ ദ ഫ്രണ്ട് എവിടെ വരും? മോളിൽ വരും. അതൊക്കെ അപ്ഡേഷൻ ആയിരിക്കും, പുതിയതായിരിക്കും. പക്ഷെ ഓൾഡസ്റ്റ് ഇൻഫർമേഷൻ കുറെ കഴിഞ്ഞു, ആ പേഷ്യന്റ് കഴിഞ്ഞ പ്രാവശ്യം ഡിസ്ചാർജ് ചെയ്ത് പോയി, പിന്നെയും വന്നാണെങ്കിൽ ആ ഡിസ്ചാർജ് ചെയ്ത് പോയ സമയത്തുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എവിടെ വരും? ബാക്കില്, ഏറ്റവും ബാക്കില്. ഓക്കെ, അതൊക്കെ പിന്നില് വരും, ബാക്കില്. അതാ പറഞ്ഞ മോസ്റ്റ് ഇൻഫർമേഷൻ. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ആണെങ്കിൽ പുതിയതുണ്ടെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ഫ്രണ്ടിലും, ഓൾഡസ്റ്റ് ഇൻഫർമേഷൻ ബാക്കിലും. ഓരോ സെക്ഷനിലും നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ലാസ്റ്റ് എന്താ പറഞ്ഞേ? റെക്കോർഡ് ഈസ് റെക്കഗ്നൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യൻസ് ഈസ് ഡിസ്ചാർജ്ഡ്. രോഗിയെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ റെക്കോർഡ്സ് ഒക്കെ റീഓർഗനൈസ് ചെയ്യും. എന്താ റീഓർഗനൈസ് എന്ന് വെച്ചാ പുനഃസംഘടിപ്പിക്കും, പുനഃസ്ഥാപിക്കും. മനസ്സിലായ? പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി, നമ്മൾ ആ റെക്കോർഡ് എടുത്ത് കത്തിച്ച് കളയോ? ഇനി പേഷ്യന്റ് വരില്ല എന്ന് വിചാരിച്ച് കത്തിച്ച് കളയോ? ഇല്ല, നമ്മൾ അതൊരു സ്ഥലത്ത് സൂക്ഷിക്കും, റീഓർഗനൈസ് ചെയ്യും. മനസ്സിലായ? പുനഃസ്ഥാപിക്കും. അതാണ് പറഞ്ഞേ, രോഗിയെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ആ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പുനഃസ്ഥാപിക്കും, റീഓർഗനൈസ് ചെയ്യും. ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചില്ലേ? എടുത്തോട്ടെ നെക്സ്റ്റ്. ഓക്കെ, 15 മിനിറ്റും കൂടി ഉണ്ട്. നമുക്കൊരു അഡ്വാൻറ്റേജും പറയാം, അതിനുള്ള സമയത്ത് അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറയാം. ഓക്കെ, നമുക്ക് ഇത് വേഗം തീർക്കാൻ. ഇപ്പൊ വരാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തരുന്നുണ്ടല്ലോ, പിന്നെ കുഴപ്പമില്ല. നിങ്ങൾ വെറുതെ വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്കൊന്ന് മനസ്സിലായാൽ മതി, മലയാളത്തിലായാലും. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കേണ്ടത് അഡ്വാൻറ്റേജ് ഓഫ് SOMR. SOMR എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്.
സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഗുണങ്ങൾ, അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. Organizes reports from each source together, making it easy to decide the assessment, treatment and observations a particular department provides. ഇതാണ് അഡ്വാൻറ്റേജ്. എന്താ SOMR എന്ന് പറഞ്ഞ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഓക്കെ ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് വേണം വെള്ളം കുടിക്കാൻ. വേഗം പോയിട്ടോ, അത് റെക്കോർഡ് ക്ലാസ് ആണ്. ഓക്കെ നോക്കാം. അഡ്വാൻറ്റേജ് ഓഫ് SOMR നമ്മളൊന്നും കൂടി നോക്കിയത്. ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗദർ എന്ന് വെച്ചാല് നമ്മൾ ഓരോ സോഴ്സിൽ നിന്നുള്ള റിപ്പോർട്ട്സ്, പല സോഴ്സിൽ നിന്നും പല ലാബിലെ റിപ്പോർട്ട്സുകൾ ഉണ്ടാവും, എക്സ്റേയിൽ ഉണ്ടാവും, പിന്നെ ഏതാ ബ്ലഡ് എടുത്തോടത്തുണ്ടാവും, ഫാർമ, അങ്ങനെ ഓരോരുത്തർക്കുള്ള റിപ്പോർട്ട്സുകൾ. ആ എല്ലാ റിപ്പോർട്ട്സുകളും നമ്മൾ ഒരുമിച്ച് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് പുനഃസംഘടിപ്പിക്കും, ഓർഗനൈസ് ചെയ്യും, പുനഃസ്ഥാപിക്കും. അപ്പൊ നമ്മൾ എല്ലാ റിപ്പോർട്ട്സുകളും ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗദർ, എല്ലാ സോഴ്സിൽ നിന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ യോജിപ്പിച്ചിട്ട് അത് ഓർഗനൈസ് ചെയ്യും. എന്നിട്ട് മേക്കിംഗ് ഇറ്റ് ഈസി ടു ഡിസൈഡ്, അത് എളുപ്പത്തെ ആക്കി കൊടുക്കും. എങ്ങനെ? അസസ്മെന്റ്, ട്രീറ്റ്മെന്റ്, ഒബ്സർവേഷൻ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രത്യേക പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതായിട്ടുള്ള എന്താ അസസ്മെന്റ്, അതിന്റെ വിലയിരുത്തല് എങ്ങനെയാണ്? നമ്മുടെ ഡോക്ടർ എക്സ്റേ എടുത്തു, അതിനെ കുറിച്ച് നമ്മളുടെ ഒരു വിലയിരുത്തല്, ബ്ലഡ് നോക്കി നമ്മളപ്പ ഈ ബ്ലഡിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മളുടേതായ ഒരു കൺസെപ്റ്റില് ആ ഒരു അസസ്മെന്റ്. പിന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മളെ ഡോക്ടർ പരിചരിച്ച് എങ്ങനെയാണെന്നുള്ള ആ ഒരു ട്രീറ്റ്മെന്റ്. പിന്നെ ഒബ്സർവേഷൻസ്, നമ്മൾക്ക് നമ്മളേതായ പേഷ്യന്റ് ആയാലും ബൈസ്റ്റാൻഡർ ആയാലും നമ്മൾക്ക് ആ ഹോസ്പിറ്റലിൽ നമ്മൾ അവിടെ കിടന്നിട്ട് നമ്മുടേതായ ഒരു ഒബ്സർവേഷൻ, അതെല്ലാരും കൂടി പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അതിനൊരു പ്രത്യേക ഒരു പ്രത്യേക റിപ്പോർട്ട്സിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ് അത് കൊടുക്കണം. അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് കിട്ടും, നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടും. അഡ്വാൻറ്റേജ് ഓഫ് SOMR സോഴ്സ് ഓറിയന്റഡ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ, ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് കിട്ടും? പേഷ്യൻസിന് നമ്മൾ എങ്ങനെയാണ് നമ്മളെ നോക്കിയിടും, നമുക്കൊരു ഇത് കിട്ടും ഹോസ്പിറ്റലിൽ. അതാണ് SOMRന്റെ ഒരു ഗുണം. എന്താ? നമ്മളെല്ലാ റിപ്പോർട്ട്സുകളും ഒരുമിച്ച് വെച്ച് അത് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമുക്കത് എളുപ്പവും ഒരു തീരുമാനം എടുക്കാനായിട്ട്. നമുക്ക് മേക്ക് ഇറ്റ് ഈസി ടു ഡിസൈഡ്. എന്ത് ഡിസൈഡ് അല്ലേ? നമുക്ക് നമ്മളെ വിലയിരുത്താനും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും ഒബ്സർവേഷന്റെ കാര്യങ്ങളായാലും ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു പ്രത്യേക വകുപ്പ് നൽകിയിട്ടുള്ള ഇത്രയെല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് അത് തീരുമാനിക്കാനായിട്ട് ഈസി ആയിരിക്കും. അതിനാണ് നമുക്ക് SOMRന്റെ ഒരു ഗുണം. ഓക്കെ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അതുണ്ടെങ്കിൽ നമുക്ക് എന്താ? ഈ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് കൊടുത്തിട്ടുള്ള അസസ്മെന്റും ട്രീറ്റ്മെന്റും ഒബ്സർവേഷനും ഒക്കെ നമുക്ക് ഒരൊറ്റ ഇതില് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് നമുക്ക് ഈസി ആയിട്ട് അതിൽ നല്ല ഈസി ആയിട്ട് തോന്നും. ഇറ്റ് ഈസ് ഈസി ടു ഡിസൈഡ്, നമുക്ക് അതിൽ ഒരു കംഫർട്ട് തോന്നും. അതാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. ആ ഗുണം നമുക്ക് ഏതിൽ കിട്ടും? SOMR ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. പക്ഷേ അതിനൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്, ദോഷമുണ്ട്. അതെന്താ നോക്കാം. എന്താ ഡിസ്അഡ്വാൻറ്റേജ്? Not possible to rapidly decide all of the patient's problems and the treatments being given for the patients at a given time, as the data from the different departments are arranged in sections and not in accordance with the problems of the patient or integrated in time sequence. എന്താ ദോഷമാണ് നമ്മൾ പറയുന്നത്?
പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പേഷ്യൻസിന്റെ പ്രോബ്ലംസിന് ഇതായിട്ട് അവരുടെ ആ ഒരു പെട്ടെന്ന് ഡിസൈഡ് എടുക്കല്ല. ഓൾ ദ പേഷ്യൻ എല്ലാ പേഷ്യൻസിന് എന്തുണ്ട്, ഓൾ ദ പേഷ്യൻസ് ആർ പ്രോബ്ലംസ്. അതിന്റെ ട്രീറ്റ്മെന്റ് അവർക്ക് എല്ലാവർക്കും ആ സാറ്റിസ്ഫാക്ഷൻ ആവില്ല. ഇന്ന് ഡോക്ടർ വന്നില്ല, ഇന്ന് ഡോക്ടർ വന്ന് അത് ചോദിച്ചില്ല, ഇത് ചോദിച്ചില്ല. കുറെ പേർക്ക് നെഗറ്റീവ് ആയിരിക്കും, കുറെ പേർക്ക്. അപ്പൊ ഒരു കംഫർട്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പേഷ്യൻസിന്, ട്രീറ്റ്മെന്റിലായാലും എങ്ങനെ ആയാലും. അപ്പൊ ആ പേഷ്യൻസിന്റെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരു സമയക്രമത്തിൽ നമ്മൾ ഒരു കറക്റ്റ് ടൈം വെച്ചിട്ട് നമ്മൾ അത് അവരോട് സംസാരിച്ച് എല്ലാരും ക്ലിയർ ചെയ്ത് പിന്നെന്താ ഒന്ന് പറഞ്ഞേ, ദ ഡാറ്റ ഫ്രോം ഡിഫറെന്റ് ഡിഫറൻസ്. നമ്മുടെ റിസൾട്ട്സുകളൊക്കെ ഈ SOMR എന്ന് പറയുമ്പോ പല തരത്തില് പല ഇതിലായിരിക്കും നമ്മളുടെ എല്ലാ റിസൾട്ട്സുകൾ ക്രമീകരിച്ചേക്കണേ. അപ്പൊ ഇങ്ങനെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഈ എല്ലാ ഡാറ്റകളും സെപ്പറേറ്റ് ഡിഫറെന്റ് ആയിട്ട് ക്രമീകരിച്ച് വെച്ചേക്കാണ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് എന്താ ഒരു നിശ്ചിത സമയത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ചികിത്സകളും ഒക്കെ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. മനസ്സിലായ? അത് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്, ഒരു ദോഷമാണ്. അത് SOMR ആയതുകൊണ്ട് സോൾസ് ഓറിയന്റഡ് ഗുണമുണ്ട്, ഗുണമുള്ളത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. പക്ഷെ ദോഷം എന്താ, നോട്ട് പോസിബിൾ. അത് പോസിബിൾ അല്ല. ടു റാപ്പിഡ്ലി ഡിസൈഡ്. നമുക്ക് എല്ലാ പേഷ്യൻസിന്റെ പ്രശ്നങ്ങളും അതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആ കറക്റ്റ് ടൈമിനുള്ളിൽ പേഷ്യന്റ് ഗീവൺ ടൈം നമ്മൾ ആ കൊടുത്ത ടൈമിൽ ആ ഡാറ്റ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോയി അതൊരു പേഷ്യൻസിന്റെ പ്രശ്നത്തിനും ഇത് ചെയ്യാനായിട്ട് നമുക്കത് നടക്കില്ല. അതിലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. അതാണ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ രോഗിയുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് രോഗിയുടെ എന്താണോ പ്രോബ്ലം അതിനനുസരിച്ച് ആ ഒരു കറക്റ്റ് കറക്റ്റിനുള്ളിൽ നമുക്ക് യോജിപ്പിച്ചോ അല്ല. പക്ഷെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഡാറ്റ പലതരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ക്രമീകരിക്കുന്നത് കൊണ്ട് ഒരു നിശ്ചിത സമയത്ത് നമുക്ക് രോഗിയുമായി എല്ലാ പ്രശ്നങ്ങളും ചികിത്സകളൊക്കെ വേഗത്തിൽ തീരുമാനിക്കാൻ കഴിയില്ല. മനസ്സിലായ? അതാണ് അവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? പോസിബിൾ അല്ല പെട്ടെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ. എല്ലാ പേഷ്യൻസിന്റെ പ്രശ്നങ്ങളും ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പേഷ്യന്റിന്റെ ആ ഒരു സമയത്ത് ഗിവൺ ടൈം സമയത്ത് ഡാറ്റ ഒക്കെ പെട്ടെന്ന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ആയിരിക്കും. പല ഡിപ്പാർട്ട്മെന്റ്സ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമുക്ക് പേഷ്യൻസിന്റെ പ്രോബ്ലത്തിന്റെ ഒക്കെ കാര്യങ്ങൾക്ക് ഒരു പെട്ടെന്ന് തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റില്ല. അത് ഈ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായ? നമുക്ക് പേഷ്യൻസിന് എന്ത് പ്രശ്നം വന്നാലും അപ്പൊ തന്നെ നമുക്കൊന്ന് ഡിസൈഡ് ചെയ്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. കാരണം ഇവിടെ പല ഡിപ്പാർട്ട്മെന്റാ. നഴ്സുമാർക്ക് വേറെ ഡിപ്പാർട്ട്മെന്റ്, നഴ്സിംഗ് സ്റ്റേഷൻ, പിന്നെ ഏതാ നമ്പർ ഇടുമ്പോ തന്നെ നമ്മൾ കുറെ നമ്പറിംഗ് സിസ്റ്റം പഠിച്ചു, ന്യൂമറിക് പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആ. ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ ആ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചാൽ മതി, നമുക്കറിയാൻ പറ്റും. പക്ഷെ ഇവിടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ എല്ലാ കാര്യങ്ങളും കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ. അഡ്വാൻറ്റേജ് എന്താ ഒന്നും കൂടി പറയാ. അഡ്വാൻറ്റേജ് എന്താ, അത് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഈസി ആയിട്ട് നമുക്ക് പേഷ്യൻസിന്റെ വിലയിരുത്തലും ട്രീറ്റ്മെന്റും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. കാരണം എന്താ, ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണതാണ്, പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ഇവിടെ എന്താ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആ ടൈമിൽ പ്രോബ്ലംസ് ട്രീറ്റ്മെന്റ് ഒക്കെ ഡാറ്റ ഡിഫറെന്റ് ഡോക്യുമെന്റ്സ് ഇൻഫെക്ഷൻസ് ഒക്കെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. രോഗിയുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് തന്നെ ആ കറക്റ്റ് സമയത്തിനുള്ളിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡാറ്റ പല ഡാറ്റകളായിട്ട് പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് വെച്ചേക്കണം. അപ്പൊ ഒരു നിശ്ചിത സമയത്ത് രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളും ചികിത്സകളും വേഗത്തിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അതാണ് ഡിസ്അഡ്വാൻറ്റേജ്. ആ സമയത്ത് തന്നെ പേഷ്യന്റിന് കിട്ടണം. പല ഡിപ്പാർട്ട്മെന്റ്സ് ആവുമ്പോൾ അവിടെ നിന്ന് തീരുമാനം വന്ന് ഇവിടെ തീരുമാനം വന്ന് അങ്ങനെ വരുമ്പത്തിനും വൈകും. പല ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട്. ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഇതിന് നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതൊരു ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ അഡ്വാൻറ്റേജും കഴിഞ്ഞു, ഡിസ്അഡ്വാൻറ്റേജും കഴിഞ്ഞു. അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഒരു സോഴ്സിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഒരുമിച്ച് നമ്മൾ ഓർഗനൈസ് ചെയ്യും. അപ്പൊ ആ ഒരു പ്രത്യേക വകുപ്പ്, ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് എന്താ അതിനെക്കുറിച്ച് വിലയിരുത്തും. ചികിത്സ നിരീക്ഷണങ്ങള് അതിനെക്കുറിച്ചൊക്കെ തീരുമാനം എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും.
അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ പേഷ്യൻസിന്റെ പ്രോബ്ലംസിനനുസരിച്ച് ആ കറക്റ്റ് സമയത്തിനുള്ളിൽ വിവിധ വകുപ്പിൽ നിന്നുള്ള ഡാറ്റ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയതുകൊണ്ട് ഒരു നിശ്ചിത സമയത്ത് രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളും ചികിത്സകളും വേഗത്തിൽ തീരുമാനിക്കാൻ കഴിയില്ല. അതാണ് അഡ്വാൻറ്റേജ്. അപ്പൊ ഇതില് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളത് ഇതിലങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഒന്നും ഇല്ല കേട്ടാ. അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതിലൊന്നും ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല. ഇതിലുണ്ട് SOMമാരുടെ ഫുൾ ഫോം, POമാരുടെ ഫുൾ ഫോം, പിന്നെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് അതിന് മുന്നേ അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഒന്നും കൂടെ പറയുമോ? സോറി, മിഡിൽ ഡിജിറ്റ് ഇതിലല്ലേ, ഇതിൽ അണ്ടർലൈൻ ചെയ്യാനുള്ളത് ടെർമിനൽ ഡിജിറ്റ് ആണോ? ടെർമിനൽ ഡിജിറ്റ് എങ്ങനെയാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തോ. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഈസ് എ സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ്. അത് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്താ പിന്നെ ഇറ്റ് ഹാവ് അതിൽ എത്ര നമ്പർ ഉണ്ടാവും? 6 യൂഷ്വലി 6 ഡിജിറ്റ് നമ്പർ യൂസ്ഡ് ഡിവൈഡ്. അത് നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ, എന്നാലും അത് അണ്ടർലൈൻ ചെയ്തോ. ചിലപ്പോ ചോദിച്ചാലോ എങ്ങനെയാണ് ഡിവൈഡ് എങ്ങനെയാണ്? 6 ഡിജിറ്റ് ഉണ്ടാവും, 3 ഹൈഫണിട്ട് 3 ആക്കാം, 2 ഡിജിറ്റ്. അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതിന് താഴെ പ്രൈമറി ഡിജിറ്റിലൊന്നും ഉണ്ടാവില്ല, അതിലില്ല, ഇല്ല, അത്രേ ഉള്ളൂ. ആദ്യത്തെ 2 പോയിന്റ് നല്ലോണം അണ്ടർലൈൻ ചെയ്തിടാം. ചിലപ്പോ അതിന് ചോദിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ സ്ട്രൈറ്റില് ഇത് എഴുതിക്കോ, ക്രോണോളജിക്കൽ ഓർഡർ, അക്യുറേറ്റ് ക്രോണോളജിക്കൽ ഓർഡർ ടു മെഡിക്കൽ റെക്കോർഡ് നമ്പർ, അത് ഉണ്ടാവും, ഉറപ്പില്ല. പിന്നെ ഇതുണ്ടാവും. ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ ഇറ്റ് ഈസ് ഈസി. എന്തുകൊണ്ടാണ് ഈസി ആയത്? നമുക്ക് പെട്ടെന്ന് നമ്പർ ടു പുൾ എനി നമ്പർ ഓഫ് റെക്കോർഡ്സ് കൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് ഫ്രം ദ ഫയൽ ഫോർ എനി പർപ്പസ്. ഇത് ഈസി ആവാൻ എന്താ കാരണം എന്ന് ചോദിക്കും. അപ്പൊ എന്താ, സ്ട്രൈറ്റ് ന്യൂമറിക് ആയതുകൊണ്ട് അത് ചോദിക്കും. അത് അണ്ടർലൈൻ ചെയ്തോ, ഉറപ്പില്ല, അണ്ടർലൈൻ ചെയ്തോ. നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രൈറ്റ് ന്യൂമറിക് എപ്പോഴും ഈസി ആയിരിക്കും. ടു പുൾ എനി നമ്പർ ഓഫ് റെക്കോർഡ്സ്. പിന്നെ യൂണിറ്റ് നമ്പറിങ്ങിന്റെ ഞാൻ പറഞ്ഞില്ലേ, യൂണിറ്റ് നമ്പറിൽ ഇതൊന്നുമില്ല. സീരിയൽ നമ്പറിങ് അണ്ടർലൈൻ, സീരിയൽ നമ്പറിൽ പറഞ്ഞില്ല. സീരിയൽ നമ്പറിങ് പറഞ്ഞില്ലല്ലേ. സീരിയൽ നമ്പറിൽ എന്താ പറഞ്ഞേ? ന്യൂ നമ്പർ. അതായത് സീരിയൽ നമ്പർ ദ പേഷ്യൻസ് ഗിവൺ. എന്താ പേഷ്യൻസിന് കൊടുക്കണേ? ന്യൂ നമ്പർ. ഒരു നമ്പർ കൊടുക്കും, ഓരോ പ്രാവശ്യം വരുമ്പോൾ ഒരു നമ്പർ കൊടുക്കും. അത് വേണ്ട. 3 ഡിഫറെന്റ് നമ്പേഴ്സ് ആർ അലോട്ടഡ്. അത് കൊടുത്തോ. 3 ഡിഫറെന്റ് നമ്പേഴ്സ് ആർ അലോട്ടഡ് ഇഫ് എ പേഷ്യന്റ് രജിസ്റ്റേർഡ് 3 ടൈംസ്. 3 പ്രാവശ്യം വന്നാൽ 3 നമ്പർ. അത് സീരിയൽ നമ്പറിൽ ഇട്ടാ. അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഇത് ഓൾ നമ്പർ അലോട്ടഡ്, എല്ലാ നമ്പറും പേഷ്യൻസ് റെക്കോർഡ് ചെയ്യണത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ. അണ്ടർലൈൻ ചെയ്തോ. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ എല്ലാ നമ്പറും അലോട്ട് ചെയ്യണത് എവിടെ? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ. ഓക്കെ, വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും വീട്ടിൽ പോയിരുന്ന് വായിക്കുക, പഠിക്കുക. നാളെ ചിലപ്പോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് ഫിനിഷ് ചെയ്യണം കേട്ടാ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.